അപ്പോസ്തലനായ പൗലോസ് ഒന്നാമത്തെ സ്വർഗീയ ദർശനത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്വർഗീയ ദർശനം തനിക്ക് ലഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലാണ്. പ്രോഗ്രസീവായി തൻ്റെ ദർശനങ്ങൾ വളരുകയും ദൈവം തൻ്റെ കൃപയിൽ പൗലോസിനെ ഒന്നിനു പുറകെ ഒന്നായി വളർത്തുകയും ഉപയോഗിക്കുകയും ചെയ്ത ശേഷം ഏറെക്കുറെ തൻ്റെ അവസാനത്തോടടുത്ത് അഗ്രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്ന ഒരു പ്രസ്താവനയാണ്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. ചില വ്യക്തികൾ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കുന്നതിനാൽ അവർക്ക് വളരുവാൻ കഴിയാതെ നിന്ന നിലവാരത്തിൽ നിൽക്കും. ചില വ്യക്തികൾ ഒരളവ് വരെ വളർന്നു കഴിയുമ്പോൾ അവിടം കൊണ്ടവർ നിർത്തിക്കളയും, അതിനപ്പുറത്തോട്ട് അവർക്ക് അനുസരിപ്പാൻ കഴിയാതെ പോകും. എന്നാൽ സ്വർഗീയ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടരുമാനമായി പ്രാപിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ദൈവം നമ്മെ വളർത്തിക്കൊണ്ടിരിക്കും എന്ന ആശയമാണ് ഇന്ന് പകൽ ചിന്തിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ വായിക്കേണ്ട എല്ലാവർക്കും പരിചയമുള്ള തിരുവചന ഭാഗങ്ങളായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ ദൈവം പൗലൂസിനെ വിളിച്ച് വേർതിരിക്കുന്ന ഒരു കാഴ്ച കാണാം. പണ്ടൊരിക്കൽ യഹൂദഗോത്രത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ ജനിച്ച് ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനായി വളർന്ന് ഗമാലിയേലിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് പഠിച്ച് ജനത്തിനും സഭയ്ക്കും ഒരളവിൽ ദൈവത്തിന് ഭാവിയിലും പ്രയോജനപ്പെടുത്തുവാൻ കൊള്ളാവുന്നവനായി ശൗൽ വളരുകയാണ്. അന്ന് ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല. പക്ഷെ നാളെ ഒരിക്കൽ ദൈവത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിനാവശ്യമുള്ള മുതൽക്കൂട്ട് തൻ്റെ കയ്യിൽ കൊടുക്കേണ്ടതിന് തനിക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു. ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചു. ആവശ്യമുള്ള എല്ലാ നന്മകളും ദൈവം തൻ്റെ ജീവിതത്തോട് കൂട്ടിച്ചേർത്തു. അങ്ങനെ വളർന്ന് ഒരളവിലായതോടെ ക്രിസ്തുസഭയെ ഉപദ്രവിക്കുക, മുടിക്കുക എന്ന ആശയത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. ഇന്നിതിനകത്തിരിക്കുന്ന ചിലർക്ക് ദൈവം ഉന്നത വിദ്യാഭ്യാസം തരുന്നത് മറക്കരുത്, ദൈവത്തിന് നാളെ നിങ്ങളെ ഉപയോഗിപ്പാൻ ഉണ്ടായിരിക്കാം. മോശയ്ക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തത് തന്നെക്കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ വിശദീകരണങ്ങൾ തന്നെ ഏൽപ്പിച്ച് തന്നെക്കൊണ്ട് ജനത്തിൻ്റെ ഇടയിൽ പരത്തേണ്ടതിനാണ്. നിങ്ങളിൽ ചിലർക്ക് ദൈവം നന്മകൾ തരുന്നത് ദൈവത്തിന് ഉപയോഗപ്പെടേണ്ടതിനാണ്. അങ്ങനെ വളർന്നു വന്നതായ ശൗല് ദൈവസഭയ്ക്ക് വിരോധമായി തിരിഞ്ഞു. താൻ ദൈവസഭയ്ക്ക് വിരോധമെന്ന് അറിയാതെ ദൈവത്തിന് നന്മ ചെയ്യുന്നു എന്ന ഭാവേന അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിടിക്കുവാൻ ദൈവം തീരുമാനിക്കുകയും ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ഒരു ദർശനത്തിലൂടെ തന്നോട് ഇടപെടുകയും ചെയ്തു. ദർശനങ്ങൾ ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ദൈവിക മാധ്യമങ്ങളാണ്. ആ ദർശനത്തിലൂടെ ഇടപെടുവാൻ കർത്താവ് തീരുമാനിച്ചു. ഞാൻ ആ ദർശനത്തെക്കുറിച്ച്, അതിൻ്റെ പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒന്ന് പറയട്ടെ. പൗലൂസ് അല്ലെങ്കിൽ ശൗല് ഇതൊന്നും അറിയാതെ, രണ്ട് ശൗലന്മാരുണ്ട്. ഒരു പക്ഷെങ്കിൽ വേദപുസ്തകത്തിൽ പരിചയക്കുറവുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനിത് എടുത്തു പറയുന്നത്. വേദപുസ്തകം സാധാരണയായി ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ പഴയ നിയമത്തിലെ ശൗലെന്നും പുതിയ നിയമത്തിലെ ശൗലെന്നും രണ്ട് പേരെ തരംതിരിച്ച് പറയാറുണ്ട്. പഴയ നിയമത്തിലെ ശൗലെന്ന് പറയുന്നത് പഴയ നിയമത്തിലെ 1-ാമത്തെ രാജാവായി മാറിയ, ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായി അവിടെ നിന്ന് വീണുപോയ മനുഷ്യനാണ് ശൗൽ എന്നറിയപ്പെടുന്നത്. പുതിയ നിയമത്തിലെ ശൗല് ദൈവജനത്തിന് വിരോധിയായി ആരംഭിച്ച് ദൈവജനത്തെ കെട്ടുപണി ചെയ്ത ഒരു വ്യക്തിയായി മാറിയ രണ്ടാമതൊരു വ്യക്തിത്വമാണ്. പുതിയ നിയമത്തിലെ ശൗല് ദൈവസഭയെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ കമ്മീഷനുമായി താൻ ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. താൻ അറിയാതെ തന്നെ ഒരു ദൈവശക്തി തന്നെ പിന്തുടർന്നു. തന്നെ പിടിക്കുവാൻ ദൈവം ഒരിക്കൽ തീരുമാനിക്കുകയും അങ്ങനെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ എത്തിയപ്പോൾ അതൊരു നട്ടുച്ച സമയമായിരുന്നു. താൻ പ്രതീക്ഷിക്കാത്ത നട്ടുച്ചയുടെ സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം തൻ്റെ ചുറ്റും മിന്നുകയും തന്നെ യാത്ര ചെയ്തിരുന്ന കുതിരപ്പുറത്തു നിന്ന് താഴെ വീഴുകയും ചെയ്തു. അക്കാലങ്ങളിൽ യേശു യാത്ര ചെയ്തത് ഒരു കഴുതയുടെ പുറത്താണ് എന്ന് മറക്കരുത്. കുതിരയെയും കഴുതയെയും യാത്രയ്ക്ക് വേണ്ടി ആളുകൾ ഉപയോഗിക്കുമായിരുന്നു. സാധാരണക്കാരനും സാമാന്യ ലെവലിൽ നിൽക്കുന്നവരും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ പ്രമാണികളും വലിയവരും കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത് ഒരു പതിവായിരുന്നു. യേശു കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തത് തൻ്റെ സാമാന്യ ജീവിതം തെളിയിക്കുവാനും
തൻ്റെ ലളിത ജീവിതം പ്രഖ്യാപിക്കുവാനും അനേക ആയിരങ്ങൾക്ക് ഒരു മാർഗദർശിയാകേണ്ടതിനുമായിരുന്നു. ശൗൽ കുതിരയുടെ പുറത്ത് യാത്ര ചെയ്തത് തൻ്റെ പ്രൗഢി കാണിക്കേണ്ടതിനും തൻ്റെ കയ്യിലുള്ള അധികാരപത്രത്തിൻ്റെ ഗൗരവം വെളിപ്പെടുത്തേണ്ടതിനും ക്രിസ്തു സഭയെ നശിപ്പിക്കും എന്ന് വാദിക്കേണ്ടതിനുമായിരുന്നു. തന്നോടുകൂടെ യാത്ര ചെയ്യുവാൻ സഹയാത്രികരും ഉണ്ടായിരുന്നു. കുതിരപ്പുറത്ത് യാത്ര ചെയ്തു പോകുന്ന ശൗല് അപ്രതീക്ഷിതമായി താൻ അന്നുവരെ പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്ന് വിപരീതമായ ഒരു അനുഭവം കണ്ടു. അന്നുവരെ താൻ കരുതിയത് ലഭിക്കാവുന്നതിലെ ഏറ്റവും വലിയ വെളിച്ചം നട്ടുച്ചയുടെ സൂര്യനാണ്. പക്ഷെ പെട്ടെന്നൊരു സംഭവം കണ്ടു. നട്ടുച്ചയുടെ സൂര്യനെ കവിയുന്ന വേറൊരു പ്രകാശം എവിടെ നിന്നോ തൻ്റെ ചുറ്റും മിന്നി. കുതിരയുടെ പുറത്തുനിന്ന് താൻ താഴെ വീണു. കുതിരയ്ക്ക് തന്നെ സഹായിക്കാൻ കഴിയാതെയായി. നിലത്ത് വീണ് കിടക്കുമ്പോൾ തന്നോട് കൂടെ യാത്ര ചെയ്തിരുന്ന സഹയാത്രികർ ആകപ്പാടെ പകച്ച് മരവിച്ചു നിന്നു. എന്തു വേണമെന്നവർക്ക് അറിഞ്ഞുകൂടാ. പ്രകൃത്യാതീതമായ എന്തോ സംഭവിക്കുന്നുവെന്ന് മാത്രം അവർക്ക് മനസ്സിലായി. ശൗൽ ആ കിടന്ന കിടപ്പിൽ ഒരു ശബ്ദം കേട്ടു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നായിരുന്നു ആ ശബ്ദം. താനൊരു ശബ്ദം കേട്ടു, ഒരു ദർശനം താൻ കണ്ടു, ഒരു വെളിപ്പാട് തനിക്കുണ്ടായി. ഞാൻ ദർശനവും വെളിപ്പാടും എന്ന ആശയം ഒന്ന് വിശദമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് തൊടാം. ഒരു ദർശനമെന്ന് പറയുന്നത് കേവലം ഒരു കാഴ്ച കണ്ടത് മാത്രമാണ്. എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടതുകൊണ്ട് മാത്രം അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല. ഒരു കാഴ്ച മാത്രം കണ്ടാൽ അതിനെ ഒരു ദർശനമെന്ന് വിളിക്കുവാൻ കഴിയും. പക്ഷേ ആ കാഴ്ചയോട് കൂടെ ഒരു ശബ്ദമോ അതിൻ്റെ വിശദീകരണമോ അർത്ഥത്തിൻ്റെ വ്യാഖ്യാനമോ കൂടെ ലഭിക്കുന്നുവെങ്കിൽ അതിനെ സാധാരണഗതിയിൽ ഒരു വെളിപ്പാട് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഒരു ശബ്ദം മാത്രം കേൾക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു പ്രവചനം മാത്രം ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമായിരിക്കും ഒരു വെളിപ്പാട്. അതിനകത്ത് ശബ്ദമുണ്ടാകാം, ദർശനമുണ്ടാകാം, പല ഘടകങ്ങൾ കാണാം. എന്താണ് ഈ സംസാരിക്കുന്നതെന്ന് വ്യക്തമാകുന്ന ഒന്നാണ് ദർശനം. താനൊരു ദർശനം കണ്ടു. ആ വെളിപ്പാടിൻ്റെ കൂടെ, വെളിപ്പാട് കേവലം ഒരു കാഴ്ചയാണ്, അതിൻ്റെ കൂടെ ഒരു ശബ്ദം കൂടെ കേട്ടു. ഒരു വ്യക്തത തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ വ്യക്തതയിൽ കേട്ട ശബ്ദം ഇതാണ്: ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? തന്നെ ദർശനം കണ്ടതിനാൽ, പ്രകൃത്യാതീത സംഭവം നടന്നതിനാൽ ഈ അശരീരി ദൈവത്തിങ്കൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുകയും അങ്ങ് ആരാകുന്ന കർത്താവേ എന്നൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തു. നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാണ് ഞാൻ. ഒരു ദർശനത്തിനകത്ത് ചോദ്യോത്തരങ്ങളില്ലെങ്കിലും ഒരു വെളിപ്പാടിനകത്ത് വ്യക്തതയ്ക്ക് വേണ്ടി ചോദ്യോത്തരങ്ങളാകാം. ഒരു ചോദ്യോത്തരം നടന്നു: അങ്ങ് ആരാകുന്ന കർത്താവേ? നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാണ്. അടുത്തൊരു അരുളപ്പാടായിരുന്നു: നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോക. തുടർന്നൊരു വാഗ്ദത്തമാണ്: നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ നിന്നെ അറിയിക്കും. ഒരു ദർശനത്തിൻ്റെ പ്രത്യേകത ഒന്ന്, ഒരു കാഴ്ച കണ്ടു, അതിനപ്പുറത്ത് ഒരു കേൾവി കേട്ടു, ഒരു ചോദ്യത്തിന് അവസരം ലഭിച്ചു, മറുപടി ലഭിച്ചു, ഒരു നിയോഗവും ഉണ്ടായി. എഴുന്നേറ്റ് പോക, ഒരു വാഗ്ദത്തം. ഇത് കണ്ടിന്യൂവസ് ആയിരിക്കും. ഞാൻ തുടർന്ന് നിന്നോട് ഇടപെടും. ഇനി നീ ചെയ്യേണ്ടത് എന്തെന്ന് അവിടെ വെച്ച് ഞാൻ അറിയിക്കും. ഇന്ന് പകൽ ഒരു ദൈവിക ദർശനം കണ്ടു തുടങ്ങുന്ന ദൈവ പൈതലേ, ഒരു വെളിപ്പാട് അനുഭവിച്ചു തുടങ്ങുന്ന ദൈവ പൈതലേ, ഇവിടം കൊണ്ട് തീർന്നില്ല. നമുക്ക് മുൻപിലേക്കൊരു യാത്രയുണ്ട്. എൻ്റെ 11 വയസ്സ് കഴിഞ്ഞ സാഹചര്യത്തിൽ യേശുവിനോട് അധികം അടുക്കേണ്ടതിന് ഒരു വെളിപ്പാടുമായി തുടങ്ങുവാൻ, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുമായി ആരംഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അന്ന് രക്ഷയിലേക്കും തുടർന്ന് സ്നാനത്തിലേക്കും നടന്നു. അവിടെ കൊണ്ട് നിന്നുപോയ അനേകരുണ്ട്. അതിനപ്പുറത്തേക്കൊരു വളർച്ചയില്ലാതെ. പക്ഷെ ഒരു വളർച്ചയിലേക്ക് നടത്തുവാൻ പ്രോഗ്രസീവായി വീണ്ടും വീണ്ടും ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന അനേകർ ആരംഭപടികളിൽ നിന്നുപോയെങ്കിൽ നമുക്ക് പറയാം: കർത്താവേ, അങ്ങ് വിളിച്ചിറക്കിയത് വഴിയിൽ നിർത്താനല്ലല്ലോ, ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അങ്ങ് വിളിച്ചിരിക്കയാൽ അടുത്ത പടികളിലേക്ക് ഞങ്ങളെ നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. കഴിഞ്ഞ ആഴ്ചയിലും പല പ്രാവശ്യങ്ങളിൽ പലയിടങ്ങളിലായി, പ്രത്യേകിച്ച് ഞായറാഴ്ച ഇവിടെ വെച്ച് ഞാൻ തൊട്ട ഒരു പദം എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. ദർശനം ഒന്നിൽ കൊണ്ട് തീരുന്നതല്ല, അതിനൊരു വളർച്ചയുണ്ട്, അതിനൊരു ഉയർച്ചയുണ്ട്. അടുത്ത പടികളിലേക്ക് ദൈവം നമ്മെ നടത്തേണ്ടതാണ്. ഇവിടെ ഈ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരട്ടെ. തന്നോട് പറഞ്ഞു: നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോകാം. അങ്ങനെ പട്ടണത്തിൽ താൻ എവിടെയോ പോയി. ഏത് വീട്ടിലാണ് പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തന്നോട് കൂടെ നടന്നവർ ഒരു ശബ്ദവും കേൾക്കാതെ
ആകപ്പാടെ മരവിച്ച് നിൽക്കുമ്പോൾ ശൗൽ ഒരു ശബ്ദം കേട്ടു. താൻ എഴുന്നേറ്റു, കണ്ണു തുറന്നു, ഒന്നും കാണാനില്ല. ഞാൻ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് ഒന്ന് തൊട്ടോട്ടെ. നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് ഞാൻ നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റു. പക്ഷെ എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലാകുന്നത്, കണ്ണ് കാണത്തില്ല, ഞാൻ എങ്ങനെ പട്ടണത്തിൽ പോകും? എന്നോട് എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വഴി അറിയേണ്ടതിന് എൻ്റെ കണ്ണ് തുറന്നിരിക്കേണ്ടതാണ്. തുറന്ന കണ്ണുമായി ഒരു പ്രശ്നവുമില്ലാതെ ഇവിടം വരെ വന്ന ഞാൻ, എൻ്റെ കണ്ണടഞ്ഞു പോയത് എങ്ങനെയാണ്? ഇനി എങ്ങോട്ട് പോകും? തൻ കൈ അകപ്പാടെ നീട്ടി തപ്പാൻ തുടങ്ങി അവിടെയും ഇവിടെയും. അതുകൊണ്ട് തൻ്റെ കൂടെ വന്നവർ തന്നെ കൈ പിടിച്ചു, തന്നെ നടത്തി പട്ടണത്തിൽ എങ്ങോട്ടോ കൊണ്ടുപോയി. ഒരു പക്ഷെങ്കിൽ എൻ്റെ കാഴ്ച മങ്ങിയാലും എന്നെ നടത്തുവാൻ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുകൊണ്ടാണ് പട്ടണത്തിലേക്ക് പോക എന്ന് പറഞ്ഞത്. പട്ടണത്തിൽ ഏത് വീട്ടിലേക്കാണ് പോയത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ഞാനൊന്ന് കരുതുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, ഏത് വീട്ടിൽ പോയി പാർക്കുവാനാണ് മഹാപുരോഹിതൻ പറഞ്ഞയച്ചത്? നേരത്തെ പരിചയമുള്ള, നേരത്തെ ഇൻഫ്ലുവൻസ് ഉള്ള ആ വീട്ടിലേക്ക് തന്നെയാകാൻ പോയത്. ഇല്ലെങ്കിൽ കണ്ണു കാണാൻ വയ്യാത്ത ഒരുത്തനെയും പിടിച്ചോണ്ട് എങ്ങോട്ടോട്ട് വന്നു കയറുന്നതിനേക്കാൾ സാധ്യത കൂടുതൽ നേരത്തെ പരിചയമുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇദ്ദേഹത്തിനൊരു പരിവർത്തനം നടന്നുവെന്നോ, തൻ്റെ വിശ്വാസത്തിനൊരു വ്യത്യാസമുണ്ടായി എന്നോ, യേശുവിനെ സുവിശേഷിക്കുവാൻ പോകുകയാണെന്നോ ഒന്നും ആളുകൾ അറിയുന്നില്ല. എവിടേക്ക് പോകുവാൻ നേരത്തെ വിധിക്കപ്പെട്ടുവോ അതെന്തിനാണ്? ശിഷ്യന്മാരെ ഉപദ്രവിക്കേണ്ടതിന്, ശിഷ്യന്മാരെ കൊല്ലേണ്ടതിന്, പിടിച്ചുകെട്ടി തടവിലാക്കേണ്ടതിന്. ആരൊക്കെ ഒത്താശ ചെയ്യുമോ അങ്ങനെ ഒരു ഭവനമായിരിക്കാം, ആ ഭവനത്തിലേക്കാണ് താൻ പോകുന്നത്. അവിടെ ചെന്നു ഒരു 3 രാപകലുകൾ ഒന്നും ഭക്ഷിക്കാതെയും ഒന്നും കുടിക്കാതെയും, കണ്ണ് കാണാൻ വയ്യാത്തതുകൊണ്ട് ഒന്നും വായിക്കാതെയും, വിദ്യാഭ്യാസമുള്ള തന്നെപ്പോലെയുള്ള മനുഷ്യൻ ഒന്നും വായിച്ചില്ലെന്ന് പറയുന്നതിനകത്ത് എന്തോ ഒന്നുണ്ട്. ഒരു സമൂല പരിവർത്തനം തനിക്ക് നടന്നു. ഞാൻ ഒന്നുകൂടെ അതിനെ ആഴത്തിലോട്ട് ഇറക്കി കൊണ്ടുപോകാൻ പോകുകയാണ്. കുതിരപ്പുറത്ത് കയറുമ്പോൾ കൂടെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ശൗലിനെ പ്രശംസിച്ചു കൊണ്ടിരുന്നിരിക്കണം. തൻ്റെ കയ്യിലൊരു അധികാരപത്രമുണ്ട്, അത് മഹാപുരോഹിതൻ്റെ അധികാരപത്രമാണ്. അതിനകത്ത് തനിക്കൊരു പ്രശംസ ഉണ്ടായിരിക്കണം. തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ തന്നെപ്പോലെ കഴിവുള്ളവരാകാം, അതിനകത്തും തനിക്കൊരു പ്രശംസ ഉണ്ടാകണം. കുതിരപ്പുറത്ത് നിന്ന് താഴോട്ട് വീഴുന്ന വീഴ്ചയിൽ വേറാർക്കും സംഭവിക്കാത്ത ഒരു അപകടം തൻ്റെ കുതിരയുടെ പുറത്തു നിന്ന് താഴെപ്പോയി. അധികാരപത്രം തെറിച്ചുപോയി. താൻ അതുവരെ വന്നത് ഒരു മിഷന് വേണ്ടിയാണ്. തൻ്റെ മിഷൻ ആകപ്പാടെ മാറി. ശിഷ്യന്മാരെ ഉപദ്രവിക്കുക എന്ന തൻ്റെ ലക്ഷ്യം മാറി. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഒരു ദർശനത്തിൻ്റെ മുമ്പിൽ ഒരു സമൂല പരിവർത്തനം. ഇന്ന് നമ്മിൽ ചിലർക്കിതുണ്ടാകട്ടെ. ഒരു ദൈവിക ദർശനത്തിൻ്റെ മുമ്പിൽ ഒരു സമൂല പരിവർത്തനം. ലോകത്തിൻ്റെ അനേകം നിയമനങ്ങളെക്കാൾ സ്വർഗത്തിൻ്റെ ദർശനം വലിയതാകയാൽ ആ നിയമനം, ആ സ്വർഗീയ ദർശനമാണ് വലുത്. അധികാരപത്രം തെറിച്ചു. ഒരു ശബ്ദം തൻ്റെ അകത്ത് മുഴങ്ങുന്നു. ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ചെയ്യേണ്ടത് എന്തെന്ന് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവൻ ഇനിയും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. ദൈവസന്നിധിയിൽ തന്നെത്താൻ ഏൽപ്പിച്ചു. തപ്പി തടയുന്നത് കണ്ട് കൈപിടിച്ച് നടത്തുന്നവർ തന്നെ പിടിച്ച് ആ പഴയ സാഹചര്യത്തിൽ കൊണ്ടയാക്കി. ഏത് വീട്ടിലേക്ക് ചെന്നു എന്ന് അറിഞ്ഞുകൂടെങ്കിലും എൻ്റെ ധാരണ ആ ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കുന്ന വീട്ടിലേക്ക് തന്നെ കൊണ്ടയാക്കി. അടുത്തൊരു 3 ദിവസം ആരെയും കാണത്തില്ല. തന്നൊരു കംപ്ലീറ്റ് ഉപവാസമാണ്. വായനയില്ല, ധ്യാനമില്ല, ഒന്നുമില്ല, ആഹാരമില്ല. ആ 3 ദിവസം അവിടെ ഇരിക്കുമ്പോൾ വെളിപ്പാടിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന അടുത്തൊരു വെളിപ്പാട് നടക്കുകയാണ്. അന്യാസ് എന്ന് പറയുന്നൊരു ശിഷ്യൻ ഒരു വെളിപ്പാട് കണ്ടു. ഇതേ യേശു അനന്യാസിന് വെളിപ്പെട്ടു. ഇന്ന് പകൽ നിങ്ങളെ ചിലതിലൂടെ നടത്തുമെങ്കിൽ 2-3 ദിവസത്തിനകം അല്ലെങ്കിൽ ഒരു റീസണബിൾ പീരീഡിനകം അടുത്തൊരുവൻ നിങ്ങളെ അപ്രോച്ച് ചെയ്തെന്ന് വരും, അടുത്തൊരു ദൂതുമായി. ഇതിൻ്റെ മുകളിൽ ഒരുവൻ കാത്തു നിൽക്കുകയാണ്. ഈ GPS ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു പതിവ് ഒരുപാട് പേർക്കുണ്ട്. കാറുകൾ ഓടിക്കുന്നവർക്ക് GPS ഉപയോഗിച്ചുകൊണ്ട് ഓടിക്കുന്ന പരിപാടിയുണ്ട്. വഴിയറിയാൻ വയ്യാത്ത പലയിടത്തും ഞാനും പോയിട്ടുണ്ട്. എങ്ങോട്ട് പോകണമെന്ന് കറക്റ്റ് അറിയത്തില്ലെങ്കിലും ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക. തിരിയേണ്ട ജംഗ്ഷനാകുമ്പോൾ പറയും ഇവിടെ തിരിഞ്ഞോളാൻ. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഇതാകുന്നു വഴി, ഇതിലെ നടന്നുകൊള്ളുക എന്ന്. പിൻപിൽ നിന്ന് ഇമ്പമായ ഒരു ശബ്ദം കേൾക്കും. വഴിപോക്കർ പോഷന്മാർ പോലും വഴി തെറ്റാതെ പോകുവാൻ
ഇന്ന് പകൽ ഈ വാക്കുകൾ അതിൻ്റെ ഗൗരവത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരു ദർശനത്തിന് മുമ്പിൽ ഇറങ്ങിത്തിരിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യാതെ ഒരു വീടിനകത്ത് അടയ്ക്കപ്പെട്ട് കണ്ണും കാണാൻ വയ്യ, ഭക്ഷിക്കുന്നുമില്ല, കുടിക്കുന്നുമില്ല, തനിച്ചിരിക്കുന്ന ദൈവ പൈതലേ, താങ്കളുടെ ഒന്നാമത്തെ ദർശനത്തെ കോംപ്ലിമെന്റ് ചെയ്യേണ്ടതിന് വേണ്ടി തക്ക മിനിറ്റുകളിൽ വെളിപ്പെട്ടു വരുന്ന ദൈവശബ്ദം ഇനിയും ഉണ്ടായിരിക്കും. ഇന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ആ ദൈവശബ്ദത്തിന് വേണ്ടി കാതുകൂർപ്പിക്കുക. യേശുവിന്റെ നാമത്തില് പകച്ചു നിൽക്കുന്ന ചിലതിന്, വഴി അറിയാതെ നിൽക്കുന്ന ചിലതിന് ഇന്ന് പകൽ വഴിതിരിച്ചുവിടേണ്ടതിന് അടുത്ത ശബ്ദമുണ്ടാകട്ടെ. ഒരു ഹൊറിബിൾ സിറ്റുവേഷൻ ഒരു വ്യക്തമായ പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, അത് ചെയ്യാൻ കഴിയുന്നില്ല. ശൗലിന്റെ അഭിപ്രായത്തിൽ അധികാരമുള്ള മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം കയ്യിലുള്ളത് കൊണ്ട് ചെയ്തു തീർക്കേണ്ട കടമകൾ ചെയ്തു തീർക്കുവാൻ കഴിയാതെ തന്റെ സ്റ്റക്കായിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് പകൽ സ്റ്റക്കായിരിക്കുന്ന ചിലര്, എന്ത് വേണമെന്ന് അറിയാൻ വയ്യാതിരിക്കുന്ന ചിലര് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിക്കപ്പെടട്ടെ. ലഭിച്ച ദർശനത്തിന് അനുസരണം കാണിക്കുമെങ്കിൽ അടുത്ത പടി പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. സ്റ്റക്കായി നിൽക്കുകയാണ്. സ്റ്റക്കായി നിൽക്കുന്ന ഇടത്ത് തന്റെ അനന്യാസിനൊരു വെളിപ്പാടുണ്ടായി. അനന്യാസേ, ഞാൻ ഒരുത്തനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, അതാണ് ശൗല്. നീ എഴുന്നേറ്റ് ശൗലിന്റെ അടുക്കൽ ചെല്ല്. അവൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടതുണ്ട്. അവൻ എൻ്റെ ശബ്ദം കേട്ടവനാണ്, എൻ്റെ വെളിപ്പാട് കണ്ടവനാണ്, എന്നെ അറിഞ്ഞവനാണ്, ഞാൻ ആരാണെന്ന് അവന് പറഞ്ഞു കൊടുത്തതാണ്. അവന്റെ ഫർദർ സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കുമെന്ന് ഞാൻ അവനൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. നീ പോയി അവനെ അടുത്ത വഴിയിലേക്ക് നടത്തുവാൻ എഴുന്നേക്ക്. അനന്യാസ് പറഞ്ഞ, കർത്താവേ, എനിക്കൊരു കൺഫ്യൂഷൻ. ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ അറിയുന്നത് അവൻ ഞങ്ങളെയൊക്കെ കൊല്ലാൻ ഇറങ്ങിയവനാണ്. നേരെ അവൻ്റെ കയ്യിലോട്ട് എന്നെ പിടിച്ചു കൊടുക്കുകയാണോ? പറഞ്ഞ, അനന്യാസേ, നീ അറിയാത്ത ചിലത് ഞാൻ ചെയ്തു. സ്തോത്രം, നീ അറിയാത്ത ചിലത് ഞാൻ ചെയ്തു. ഇന്ന് പകൽ ദൂത് വഹിക്കുന്ന ദൂതുവാഹകരെ, നാം അറിയാത്ത ചിലത് ദൈവം ചെയ്തു. നാം അറിയാത്ത ചിലത് ദൈവം ചെയ്തു. അണിയറകളിൽ അവിടെയും ഇവിടെയും ദൈവം ചിലത് ചെയ്തു. നീ പോ. അദ്ദേഹം എഴുന്നേറ്റ് വന്ന് വെച്ച് പറഞ്ഞു, ശൗലേ സഹോദര, കാഴ്ച പ്രാപിക്ക. വഴിയിൽ നിനക്ക് വെളിപ്പെട്ട യേശു എന്നെ നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുക. ശൗലിന് മനസ്സിലാകേണ്ടതിന്, ദൈവമാണ് അയച്ചതെന്ന് മനസ്സിലാകേണ്ടതിന്, നാട്ടുകാർക്ക് പരസ്യം കൊടുക്കാത്ത ചില രഹസ്യങ്ങളെ പ്രവാചകൻ തൊട്ടു. പ്രവാചകന്മാർ പലപ്പോഴും രഹസ്യങ്ങൾ തൊടാറുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ദൈവം അയച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതിനാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ മറുവശം കൂടെ ഓർമ്മിപ്പിക്കാം. കേവലം പാസ്റ്റ് ഹിസ്റ്ററി പറയുകയല്ല, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ആ ദൂതുകൾ ഒത്തുവരികയും വേണം. അത് ഒത്തുവരുന്നില്ലെങ്കിൽ ഒരാളിനെ പ്രവാചകൻ എന്ന് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. പാസ്റ്റ് മാത്രം പറഞ്ഞാൽ പോരാ. പക്ഷെ പാസ്റ്റ് പറയിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. എന്തിനു വേണ്ടി? ഈ സംസാരിക്കുന്നത് ദൈവമാണ്, ഇടപെടുന്നത് ദൈവമാണെന്ന് അറിയേണ്ടതിന്. വഴിയിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ട നസ്രയനാകുന്ന യേശു എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുകയാണ്. സഹോദര, കാഴ്ച പ്രാപിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ വീണു. വേദശാസ്ത്രികൾ അതിനെക്കുറിച്ച് പറയുന്നത്, നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന വെയിലിൽ അടിച്ചതായ പ്രകാശത്തിലും ചൂടിലും തൻ്റെ കണ്ണിൻ്റെ പുറത്തുണ്ടായിരുന്നതായ ത്വക്ക് ഉണങ്ങിപ്പോയി എന്നും അതുകൊണ്ടൊന്നും കാണാൻ വയ്യാതെ പോയി എന്നും, അതൊരു പരള പോലെ അടന്ന് താഴെ പോകുകയായിരുന്നു, ചെതുമ്പൽ പോലെ താഴെ വീണത് അതാണ് എന്നും പറയുന്നു. എനിക്കറിഞ്ഞുകൂടാ, ഏതായാലും ഇതിനൊരു ന്യായമുണ്ട്. താൻ കാഴ്ച പ്രാപിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. ദൈവം പറയാഞ്ഞ ഒരു കാര്യം തേണ്ടേ ഇവിടെ അനന്യാസ് പറയുകയാ, സഹോദര, സ്നാനപ്പെടുക. അയ്യോ, യേശു നേരിട്ട് വെളിപ്പെട്ടിട്ട് പറയാത്ത കാര്യമാ സ്നാനം. മനസ്സിലാകുന്നുണ്ടോ? വെളിപ്പാടിൻ്റെ പ്രോഗ്രസീവ്നെസ്. യേശു നേരിട്ട് വെളിപ്പെട്ടിട്ട് പറയാഞ്ഞ കാര്യമാ സ്നാനം. പക്ഷെ അനന്യാസ് എന്ന് പറഞ്ഞു, ശൗലേ സഹോദര, നീ എഴുന്നേറ്റ് സ്നാനമേൽക്ക്, ആത്മാവിനെ പ്രാപിക്ക്. ഇത് രണ്ടും യേശു പറഞ്ഞതല്ലല്ലോ. ഞാനായിരുന്നു ശൗലിൻ്റെ സ്ഥാനത്തെങ്കിൽ ഈ ചോദ്യം ചോദിച്ചേനെ. യേശു ഇത് പറഞ്ഞില്ലല്ലോ, അവിടെ കൊണ്ട് എൻ്റെ വെളിപ്പാടും തീർന്നേനെ. അതിനപ്പുറത്തോട്ട് ഞാൻ കയറത്തില്ല. എന്നാൽ ഇവിടെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. പത്രോസ് അപ്പോസ്തലനെ ഒരിക്കൽ കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് അയച്ചു. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ദൂതൻ ഇറങ്ങി. ആ വിഷയം മറക്കരുത്. കൊർന്നല്യോസ് ഒരു ശതാധിപനായിരുന്നു. ഇറ്റാലിയൻ ബാൻഡ് ഓഫ് ദ ആർമിയുടെ ശതാധിപനായിരുന്ന കൊർന്നല്യോസ്, പ്രാർത്ഥിക്കുന്നവൻ,
ഭക്തൻ, വെളിപ്പാട് കാണുന്നവൻ, അവൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിയെന്ന് ദൂതന്മാരുടെ സാക്ഷ്യമുള്ളവൻ, ദൂതന്മാർ നേരിട്ട് ഇറങ്ങി വന്ന് വീട് വിസിറ്റ് ചെയ്ത് പത്രോസിൻ്റെ അഡ്രസ്സ് കൊടുത്ത് അതുവരെ വാങ്ങിയവൻ, ആ മനുഷ്യനോട് പോലും വന്ന ദൂതൻ നീ രക്ഷിക്കപ്പെടണമെന്നോ സ്നാനപ്പെടണമെന്നോ മിണ്ടിയിട്ടില്ല. മറക്കല്ലേ, ഞാനായിരുന്നു കൊർന്നല്യോസിൻ്റെ സ്ഥാനത്തെങ്കിൽ ദൂതനോട് ചോദിച്ചേനെ അടുത്തെന്ത് വേണം? ദൂതൻ പറയും, എനിക്ക് പറയാൻ അർഹതയില്ലാത്ത, അത് പറയുവാൻ അർഹതമായി ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ചിലരെ അയക്കും. അവർ വന്ന് പറയും, നീ പത്രോസിനെ വിളിപ്പീര്. അത് പറയുവാൻ അർഹൻ പത്രോസാ. പത്രോസ് വന്ന് വെളിപ്പാടിൻ്റെ പ്രോഗ്രസീവ്നെസ് കൊടുക്കുകയാ. ഇവിടത്തെ ശൗലിൻ്റെ അടുക്കൽ അനന്യാസ് വന്ന് വെളിപ്പാടിൻ്റെ ഫർദറൻസ് കൊടുക്കുകയാണ്. നീ എഴുന്നേറ്റ് സ്നാനപ്പെട്, നീ ആത്മാവിനെ പ്രാപിക്കണം. അങ്ങനെ പൗലോസ് എഴുന്നേറ്റു, ശൗൽ എഴുന്നേറ്റു, സ്നാനപ്പെട്ടു, ആത്മാവിനെ പ്രാപിച്ചു. കർത്താവ് പറഞ്ഞു, ശൗലേ, ഇനിയും നിന്നെ സ്വർഗത്തിലേക്ക് എനിക്ക് എടുക്കാനുണ്ട്, പല കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ചില ദിവസങ്ങളിൽ ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ മാറിയിരിക്കുക. താൻ അറേബ്യയിലേക്ക് പോകുകയും ഒരു 3 സംവത്സരം അങ്ങനെ ചെലവഴിക്കുകയും ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ പ്രാപിച്ചു. കർത്താവ് പറഞ്ഞു, ഇവിടം കൊണ്ടും തീർന്നില്ല, നിന്റെ തലയിലൊന്ന് കൈവച്ച് നിന്റെ വേലയ്ക്ക് വേണ്ടി ഒന്ന് വേർതിരിക്കാനുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 13 വരുമ്പോഴത്തേക്ക് തൻ്റെ തലമേൽ കൈവച്ച് തന്നെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. ശുശ്രൂഷയുടെ പ്രോഗ്രസ്സിലേക്ക് നടത്തുകയാ. വെളിപ്പാടിൻ്റെ പ്രോഗ്രസീവ്നെസ്. ഒരു വെളിപ്പാട് ലഭിച്ചതുകൊണ്ട് നിർത്തിക്കളയാതെ അതിലെ വളർച്ചയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്നവർക്കായി സ്തോത്രം. 13:2 തന്നെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. തുടർന്ന് താൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുകയാ. അങ്ങോട്ട് പോകുമ്പോൾ ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ആസിയിൽ വചനം ശുശ്രൂഷിക്കേണ്ട, എവിടെ പ്രസംഗിക്കാൻ പാടില്ല. അടുത്തൊരു കാഴ്ച കാണുകയാണ്. തേണ്ട തന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് വിളിക്കുന്നു, തന്നെ മക്കദോന്യയിലേക്ക് വിളിക്കുകയാണ്. മക്കദോന്യയിലെ വേലയ്ക്ക് വേണ്ടി ദൈവം അയക്കുകയാണ്. ആസിയിലെ വേലയായത് പടിപടിയായി നടത്തേണ്ട വഴിയെ ഇവിടെ നടത്തുവാൻ. പിൻപിൽ നിന്നൊരു ശബ്ദം, ഇതാകുന്നു വഴി, ഇതിലെ നടന്നുകൊള്ളുക. ഇന്ന് പകൽക്കാലം പകച്ചു നിൽക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് വ്യക്തതയുടെ ഭാഷയിൽ, വ്യക്തമായ ഭാഷയിൽ പറയുകയാണ്, ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്ക്, ഒന്നുകൂടെ ദൈവസന്നിധിയിൽ കാത്തിരിക്ക്. അടുത്ത പടി പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. 1 പടിയിലേക്ക് ഇറങ്ങിയ ദൈവ പൈതലേ, 2, 3, 4, 5, 10, 100 ഓരോ പടികൾ വീതം പറഞ്ഞു തരുന്നവനായ ഒരു ദൈവമുണ്ട്. എല്ലാം സ്വർഗത്തിൽ നിന്നുള്ള വെളിപ്പാടാകണമെന്നില്ല. ചിലത് അനന്യാസിലൂടെ ആയിരിക്കും വരുന്നത്, ചിലത് പത്രോസിലൂടെ ആയിരിക്കും വരുന്നത്, ചിലത് മനുഷ്യനിലൂടെ ആയിരിക്കും, ചിലത് നേരിട്ട് ദൈവ ശബ്ദമായിരിക്കും, ചിലത് തിരുവചനമായിരിക്കാം. ഇടപെടുന്നവനായ ദൈവം ഇന്നും ഇടപെടുവാൻ താല്പര്യപ്പെടുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ സ്റ്റാഗ്നേഷൻ എന്നൊന്നില്ല, നിന്നുപോയി എന്ന് പറയുന്ന ഒന്നില്ല. ഇതെന്നും പ്രോഗ്രസിൻ്റെ വർഷമാണ്, എന്നും പ്രോഗ്രസിൻ്റെ യുഗമാണിത്. തലയാകുന്ന ക്രിസ്തുവോളം സകല സമ്പൂർണതയും പ്രാപിക്കുവോളം വളർത്തുന്ന ദൈവം ഇന്ന് പകൽക്കാലം എന്നെ വളർത്തട്ടെ, നമ്മെ വളർത്തട്ടെ, നമ്മിൽ ഓരോരുത്തരെ വളർത്തട്ടെ. എന്നാൽ വെളിപ്പാടിൽ ചില രംഗങ്ങളിൽ നിന്നു പോകുന്നവരുണ്ട്. ഞാൻ അതും കൂടെ പറയാം. 10-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പത്രോസിനോട്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ, ഇതുവരെ നമ്മൾ മത്തായി അപ്പോസ്തല പ്രവൃത്തിയിൽ നിൽക്കുന്നത്. 10-ാമത്തെ അധ്യായത്തിൽ കൊർന്നല്യോസ് ഒരു ദർശനം കണ്ടു. കൊർന്നല്യോസ് ആ ദർശനത്തിന് വേണ്ടി പത്രോസിനെ കൊണ്ടുവരേണ്ടതിന് ആളിനെ പറഞ്ഞയച്ചു. ഇത് വരുന്ന സമയം പത്രോസ് ഒരു ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് കാണുന്ന ദർശനത്തിൽ തൻ്റെ 4 കോണും കെട്ടിയ തുപ്പട്ടി പോലെ ഒന്ന് ആകാശത്തുനിന്ന് ഇറങ്ങി വരികയും ഭൂമിയിലുള്ള എല്ലാ ഇനം നാൽക്കാലികൾ, ഇഴജാതികൾ മുതലായി ഇതിനെ എല്ലാം കൂടെ കൂട്ടിവെച്ചിരിക്കുന്ന ഈ തുപ്പട്ടിയിൽ നിന്ന് അറുത്ത് തിന്നുവാൻ തന്നോട് കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രംഗം. പത്രോസ് എതിർത്തു. നോ കർത്താവേ, സാധ്യമല്ല. പൗലോസും പത്രോസും തമ്മിലുള്ള വ്യത്യാസം ഓർത്തോണം. ഒരെതിർപ്പും പൗലോസ് പറയുന്നില്ല. ശൗലിൻ്റെ അടുക്കൽ ഇന്നിടത്തോട്ട് പോകാ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ വേറൊരു ഫംഗ്ഷന് വേണ്ടി വന്നതല്ലേ, പോയി ആ മഹാപുരോഹിതൻ്റെ അടുക്കൽ ഒരു രാജിക്കത്ത് കൊടുത്തിട്ടെന്ന് പോലും പറഞ്ഞില്ല. കർത്താവേ അങ്ങ് പറഞ്ഞാൽ അടിയൻ അനുസരിച്ചത് തന്നെ.
വീട്ടുകാരുടെ അടുക്കൽ ആലോചന ചോദിക്കാൻ പോയില്ല, പോയാൽ തിരിച്ചു വരത്തില്ല. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം ഒന്നുകൂടെ ഓർപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തു ഈ 2 വാക്യങ്ങൾ കൊണ്ട് അസ്തമിച്ചു പോയ 3 ശിഷ്യന്മാരെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് സുവിശേഷങ്ങളിൽ. അതിൽ ഒരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ യേശുവിനോട് പറഞ്ഞ മറുപടി, ആദ്യം പോയി എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരയണം. യേശു പറഞ്ഞു, നീ അതുവഴി പോവുകയേ ഉള്ളൂ, തിരിച്ചു വരികയില്ല. ആ ശിഷ്യനെ ബൈബിളിൽ പിന്നെ കാണാനില്ല. കാര്യം മുന്നമേ ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുന്നതിന് പകരം ഇവൻ പറഞ്ഞു, മുന്നമേ എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയണം. ഇന്ന് പകൽക്കാലം യേശു ഒരു സ്റ്റെപ്പ് പറഞ്ഞാൽ ആരോടും ആലോചന ചോദിക്കാതെ, പൗലോസിൻ്റെ ഭാഷ നമുക്കൊന്ന് നോക്കാം, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കുകയോ എനിക്ക് മുന്നമേ അപ്പോസ്തലന്മാരായിരുന്നവരുടെ അടുക്കലേക്ക് പോകുകയോ ചെയ്യാതെ ശ്രേഷ്ഠ അപ്പോസ്തലനായ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിനെ അനുഗമിക്കുവാൻ തൻ്റെ ജീവിതത്തിൽ ലഭിച്ച പദവി, തൻ്റെ ദർശനങ്ങൾ തുടരുവാനിടയാക്കി. പത്രോസ് ദൈവത്തോട് അങ്ങോട്ട് പറഞ്ഞു, കർത്താവേ ഇത് പാടുള്ള കാര്യമല്ല. കർത്താവ് കറക്റ്റ് ചെയ്തു, ഞാൻ ശുദ്ധീകരിച്ചതിനെ മലിനമെന്നോ അശുദ്ധമെന്നോ പറയരുത്. ദാറ്റ്സ് വണ്ടർഫുൾ. ചോദ്യോത്തരം അവിടെയും നടന്നു. തുടർന്ന് എന്തായിരിക്കും ഈ ദർശനമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കൊർന്നല്യോസ് അയച്ച ആളുകൾ വന്ന് വെളിയിൽ നിന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, ഒന്നും ചിന്തിക്കാതെ അവരുടെ കൂടെ പോ, ഞാൻ അവരെ അയച്ചതാ. അങ്ങോട്ട് ചെന്നപ്പോൾ പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിലിരുന്നേച്ച് പറഞ്ഞു, ഞാൻ ഏതാ നിങ്ങൾക്കറിയാവോ? യഹൂദനാ, നിൻ്റെ കൂടെ തൊട്ട് തിന്നുന്നവനല്ല, നിങ്ങളുടെ കൂടെ ഒന്നും ജീവിക്കുന്നവനല്ല. പിന്നെ ഞാനൊരു കരുണ കാണിച്ചതാ. കാര്യം ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞതുകൊണ്ട് ഇവിടം വരെ വന്നതാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വരികയും അവർ അന്യഭാഷ പറയുകയും ചെയ്ത് പത്രോസിനങ്ങ് മഹാമനപ്രയാസമായി. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, നമ്മളെപ്പോലെ അഭിഷേകം പ്രാപിച്ചവരോട് ഇനി എന്നെ മുക്ക തൂക്കുകയില്ല, അതുകൊണ്ട് മുക്കിയേക്കാൻ പറഞ്ഞു ചിഞ്ഞു പോരുന്നു. പിന്നെ ആരെയും മുക്കാൻ അങ്ങോട്ട് പോയിട്ടുമില്ല. കർത്താവും പറഞ്ഞു, മോനെ, ഒന്നിൽ വ്യക്തത തന്നിടത്ത് മുന്നോട്ട് പോകാതെ ഒരു ചുവട് മടിച്ചു നിന്നെങ്കിൽ ഇവിടം കൊണ്ട് നിൻ്റെ വെളിപ്പാട് തീർന്നു. നീ ഇനിയും യഹൂദന്മാരുടെ ഇടയിലെ അപ്പോസ്തലനായി തുടരുക. ആ ഒരു നിയോഗം അങ്ങക്ക് ലഭിച്ചു കഴിഞ്ഞു. അവിടം കൊണ്ട് തുടരുക, അതിനപ്പുറത്തേക്ക് അങ്ങ് മാറുകയില്ല. പകരം ഞാൻ പറയുന്നത് അനുസരിക്കുന്ന, ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരു ശൗലിനെ ഞാൻ കണ്ടോളാം. ഇന്ന് പകൽക്കാലം അനേകരും ദർശനങ്ങളിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ, കഴിഞ്ഞ വർഷം കൊണ്ടൊരു വളർച്ചയും ഇല്ലാതെ നിൽക്കുമ്പോൾ, അനേക ശുശ്രൂഷകന്മാരെ ഞാൻ കാണുമ്പോൾ ആലോചിക്കാറുണ്ട്, 2 വർഷം മുമ്പേ കണ്ടതിനേക്കാൾ, കഴിഞ്ഞ വർഷം കണ്ടതിനേക്കാൾ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആത്മീക വളർച്ചയുണ്ടോ? തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആത്മീക ഉന്നമനമുണ്ടോ? അദ്ദേഹത്തിൽ നിന്ന് ദൂത് കേൾക്കുമ്പോൾ എൻ്റെ അകം കത്തുന്നുണ്ടോ? അദ്ദേഹം പുതിയ രഹസ്യങ്ങൾ ദൈവനാമത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയോ സ്റ്റക്കായി പോയവനാണ്, അതിനേക്കാൾ വളരുന്ന വേറൊരുവനുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്കായി സ്തോത്രം. വളരുന്ന ഒരു അഭിഷേകത്തിലേക്ക്, ഉയരുന്നതായ ഒരു ദർശനത്തിലേക്ക്, ഒരു വെളിപ്പാടിലേക്ക് കർത്താവ് ഒന്ന് കൊണ്ടുവരട്ടെ. തൻ്റെ ജീവിതത്തിൻ്റെ ഏറെക്കുറെ അവസാന ഘട്ടമായതോടെ, ഇങ്ങനെ തുടർന്നാൽ തലവെട്ടിക്കളയുമെന്ന് ഉറപ്പായതോടെ, യഹൂദന്മാരും ജാതികളും ഒരുപോലെ തന്നെ ഉപദ്രവിച്ചുകൊണ്ട് പരമാധികാരിയായ അഗ്രിപ്പാവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുമ്പോൾ പൗലോസ് പറയുന്നൊരു വാക്ചകമാണ്, അഗ്രിപ്പാവേ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. ഞാനങ്ങ് മുന്നോട്ട് പോകുകയാ. സ്വർഗീയ ദർശനത്തിന് അരുളപ്പാട് കാണിക്കയില്ല. ആരുടെ മുമ്പിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കറിയാം. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിലാ. ഇതിൻ്റെ അപ്പുറത്തൊരു പരമാധികാരി എന്നെ വിധിക്കുവാനായില്ല. അഗ്രിപ്പാവേ കേട്ടോ, നിന്നേക്കാൾ വലിയ വേറൊരുവനെ എനിക്കറിയാം. അതാണ് നസ്രയനാകുന്ന യേശു. ആ യേശുവാണ് എന്നോട് പറഞ്ഞത് മുന്നോട്ട് പോകാൻ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേടില്ലാതെ മുന്നോട്ട് പോകുവാൻ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. പത്രോസിൻ്റെ മേലുള്ള വെളിപ്പാടും കാഴ്ചപ്പാടും യഹൂദന്മാരുടെ ഇടയിലുള്ള വേലയിൽ നിന്നു പോയപ്പോൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോകുവാൻ പൗലോസിന്റെ മേൽ സ്ഥിരമായി നിന്ന് വ്യാപരിച്ച ഒരു നടത്തിപ്പിന്റെ ശക്തി ബേഥേലിന്റെ മേൽ ഇറങ്ങട്ടെ എന്ന്, ദൈവജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ എന്ന്, എൻ്റെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ വാക്യം മലയാളത്തിൽ വായിച്ചിട്ട് വലിയ കാര്യമില്ല. ഇങ്ങനെയാണ്, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു.
കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എല്ലാം നന്നായി കാണാം, ശരീരം മുഴുവനും വെളിച്ചമുള്ളതാണ്. കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിൽ ആ ശരീരം മുഴുവനും ഇരുട്ടാണ് എന്നൊരു പദമാണ് കാണുന്നത്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഞാനിതിന് മുമ്പേ പല പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദൈൻ ഐ ബി സിംഗിൾ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഇഫ് ദൈൻ ഐ ബി സിംഗിൾ, നിന്റെ കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ എന്നതിന് സിംഗിൾ എന്ന പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദർശനങ്ങളെക്കുറിച്ച്, വിഷൻസിനെ കുറിച്ച്, ദൈവിക കാഴ്ചപ്പാടിനെക്കുറിച്ച് ഉപമിച്ച് പറയുന്ന ഭാഗമാണ് കണ്ണുകൾ. നിന്റെ കണ്ണുകൾ കൊണ്ട് വ്യക്തമായി കാണണമെങ്കിൽ എനിക്ക് 2 കണ്ണുണ്ടെങ്കിലും ഞാൻ ഒരാളിനെ നോക്കിയാൽ ഒരാളായിട്ടേ മനസ്സിലാകത്തുള്ളൂ. നിന്റെ കണ്ണ് ഇഫ് ഇറ്റ് ഇസ് സിംഗിൾ, 2 കണ്ണുകൊണ്ട് കണ്ടാലും എനിക്ക് ഒരാളിനെ ഒന്നായി തന്നെ കാണാൻ കഴിയണം. 2 കണ്ണുകൊണ്ട് കണ്ട് 2ആയി കണ്ടുപോയെങ്കിൽ എൻ്റെ യാത്ര ബുദ്ധിമുട്ടാണ്, ജീവിതം ബുദ്ധിമുട്ടാണ്. ഇഫ് ദൈൻ ഐ ബി സിംഗിൾ, ഒരൊറ്റ കാഴ്ചപ്പാട് നിനക്കുള്ളെങ്കിൽ, ആ ആശയത്തിലേക്ക് ഞാൻ എളുപ്പം ഒന്ന് തൊട്ട് വെച്ച് മടങ്ങി വരാം. കാണുന്നത് മുഴുവനും ഒരൊറ്റ കാഴ്ചപ്പാടിലായിരിക്കണം. ചിലർക്ക് ഡബിൾ മൈൻഡഡ് പീപ്പിൾ, 2 ചിന്താഗതിയുള്ള ആളുകളുണ്ട്. അത് പറയുമ്പോൾ ഇച്ചിരൂടെ ഡെപ്തിലോട്ട് പോട്ടെ. ഇന്നലെ ഏർലി മോർണിംഗ് ഞാൻ ഒരാളിനോട് സംസാരിക്കുമ്പോൾ, നോട്ട് ഏർലി മോർണിംഗ്, ഇന്നലെ അറൗണ്ട് 9 o'clock ഞാൻ ഒരാളിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് ആളുകൾക്കുണ്ടാകും. ഡ്യുവൽ പേഴ്സണാലിറ്റി, ഒരു സമയത്ത് ഞാൻ വളരെ മാന്യനാണ്, നല്ലവനാണ്, വേറൊരു സമയത്ത് ഞാൻ മൊഷടനാണ്, അല്ലെങ്കിൽ ഞാൻ കോപിഷ്ഠനാണ്, ഇല്ലെങ്കിൽ ഞാൻ വയലൻ്റാണ്. ഇതെന്താ ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നു, നാളെ പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്തോ പറയുന്നത്, വല്ലവരെയും കളിയാക്കിക്കൊണ്ട് സംസാരിക്കുക. ഡ്യുവൽ പേഴ്സണാലിറ്റി. ചില സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച് ധ്യാനിക്കും, വേറെ ചില സമയത്ത് ദൈവനാമത്തെ അപമാനിക്കേണ്ടതിന്, ജാതികളുടെ ഇടയിൽ ദൂഷിക്കേണ്ടതിന്. എന്ത് ഡ്യുവൽ പേഴ്സണാലിറ്റി? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ 1980-കളോടടുക്കുമ്പോൾ, 70-കളുടെ അവസാനം, ഒരു മീറ്റിങ്ങിന് വേണ്ടി ആരെ വിളിക്കണം എന്നിങ്ങനെ, ബാംഗ്ലൂരിലെങ്കിൽ ഞാൻ വന്നിട്ട് പോലും ഇല്ല, അതിന് മുമ്പെയാണ്, ഒരു മീറ്റിങ്ങിന് വേണ്ടി ആരെ വിളിക്കണം എന്നിങ്ങനെ ഒരു ചോദ്യം ഉയർന്നപ്പോൾ 2-3 പേരുടെ പേരുകൾ പുറത്തു വന്നു. ഇന്നയാളിനെ വിളിച്ചാൽ കൊള്ളാം, ഇന്നയാളിനെ വിളിച്ചാൽ കൊള്ളാം, ഇന്നയാളിനെ വിളിച്ചാൽ കൊള്ളാം. അന്ന് പരിചയമുള്ള ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസി ഞങ്ങളോട് പറഞ്ഞൊരു പദം ഓർമ്മയുണ്ട്. നിങ്ങളെ പറഞ്ഞ് ഇന്നയാളിനെ വിളിച്ചാൽ ഒരു റിസ്ക് ഉണ്ട്. കാര്യം പുള്ളി ഇന്ന് വരുമ്പോൾ വല്ലവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ അതുവഴി അങ്ങ് പോവും, വന്നവരുടെ സമയം പോയി. ദൈവവചനം പ്രസംഗിച്ചാൽ നന്നായിരിക്കും, പുള്ളിക്കൊരു ഷുവർ മിനിസ്ട്രി ഇല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസിക്കാനൊക്കത്തില്ല. ചിലപ്പോൾ ഇങ്ങനെയും പറയും, ചിലപ്പോൾ അങ്ങനെയും പറയും. ഡ്യുവൽ പേഴ്സണാലിറ്റി, ശുശ്രൂഷയിലെ ഡ്യുവൽ പേഴ്സണാലിറ്റി. ചില പ്രവാചകന്മാരെ വിളിക്കുമ്പോൾ ഞാൻ പേടിച്ചിട്ടുണ്ട്. ചില സമയം നല്ല പ്രവചനം പറയും, ചിലപ്പോൾ ഏതാണ്ടൊക്കെ അങ്ങ് പറയും, ഒന്നും നിറവേറത്തില്ല. ഡ്യുവൽ പേഴ്സണാലിറ്റി. സൈക്കോളജിക്കലി ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സ്വഭാവം മാറുന്നത് എന്തുവാണ്? ഞാൻ പറയാം, ആത്മീകമായി എൻ്റെ കാഴ്ചപ്പാട് ഒരു ദുരാത്മാവ് അവനിലുള്ളതാണ്. ഒരു സമയത്ത് അവൻ്റെ വ്യക്തിപരമായ പേഴ്സണാലിറ്റി പുറത്തു വരും, വേറൊരു സമയം ഈ ദുരാത്മാവിൻ്റെ പേഴ്സണാലിറ്റി പുറത്തു വരും. ഡ്യുവൽ പേഴ്സണാലിറ്റി പലർക്കുമുണ്ട്, പലയിടത്തുമുണ്ട്, ആത്മീയർക്കുമുണ്ട്, ഒരു ഷുവർ മിനിസ്ട്രി ഇല്ലാത്തവർക്കൊക്കെ ഉണ്ട്. നിൻ്റെ കണ്ണ് 2ആയി കണ്ടാൽ സംഗതി ആകപ്പാടെ കുഴയും. ഇന്ന് ഒരുപാട് അർത്ഥങ്ങളിൽ അതിനെ വ്യാഖ്യാനിക്കാം. യേശുവിൻ്റെ വാക്കല്ലേ, എവിടെ വ്യാഖ്യാനിച്ച് തീർക്കാനാ? ഡ്യുവൽ പേഴ്സണാലിറ്റി, ഡ്യുവൽ സ്വഭാവം, ഡ്യുവൽ ക്വാളിറ്റികൾ കാണിക്കാതെ വണ്ണം കർത്താവേ, എൻ്റെ കണ്ണൊന്ന് സിംഗിൾ ആകുവാൻ, ഒരൊറ്റ ലൈനിൽ പോകുവാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ. ഇന്ന് നമുക്ക് ദൈവത്തോട് പറയാം. വേറൊരു ഭാഗത്ത് യേശു പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല. അനേക ഭക്തന്മാരുടെ വീഴ്ചയുടെ പുറകിലോട്ട് നോക്കിയാൽ ദ്രവ്യാഗ്രഹമാണ്, മാമോനെ സ്നേഹിച്ചതാണ് പലരും വീണതെന്ന് കാണാം. ചിലരുടെ വീഴ്ചയുടെ പുറകിലോട്ടിറങ്ങിയാൽ ഒരു വിവാഹമാണ് ആ ആളിൻ്റെ വീഴ്ചയെന്ന് കാണാം. ഒന്നുകിൽ തെറ്റായ ഒരു ഭർത്താവിനെയോ അല്ലെങ്കിൽ തെറ്റായ ഒരു ഭാര്യയെയോ കൂടെ കൂട്ടിയതാണ് തൻ്റെ ജീവിതത്തിൻ്റെ പരാജയമെന്ന് കാണാം. ചിലരുടെ ജീവിതത്തിൽ പരാജയവശങ്ങൾ ചിലതുണ്ട്. എന്നാൽ യേശുവിന് പറയാനുള്ളത്, ഇഫ് ദൈൻ ഐ ബി സിംഗിൾ, ഒരൊറ്റ
കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ ഇന്ന് പകൽ ബേഥേലിനൊരു കാഴ്ചപ്പാടുണ്ട്. ദൈവകൃപയിൽ വളരുക. ബേഥേലിൻ്റെ ശുശ്രൂഷയ്ക്കൊരു മാനദണ്ഡമുണ്ട്. ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ വളരുക. ഇഫ് ദൈൻ ഐ ബി സിംഗിൾ, നിന്റെ ശരീരം മുഴുവനും പ്രകാശമുള്ളതായിരിക്കും. ഇന്ന് പകൽ ദൈവിക വെളിപ്പാടിൽ നാം നിൽക്കുന്നുവെങ്കിൽ ശരീരം ശോഭനമായിരിക്കും. അങ്ങുമിഞ്ഞും പാളിച്ച ഉണ്ടാകുന്ന ഭവനങ്ങൾ, ആത്മാവിൻ്റെ വായിൽ തരുന്ന വാക്കുകൾ ഞാൻ അതുപോലെ ആവർത്തിക്കുകയാണ്. അങ്ങുമിഞ്ഞും പാളിച്ച ഉണ്ടാകുന്ന ഭവനങ്ങൾ, അങ്ങുമിഞ്ഞും പാളിച്ച ഉണ്ടാകുന്ന ആത്മീക ജീവിതം, അങ്ങുമിഞ്ഞും പാളിച്ച വരുന്ന വ്യക്തിത്വങ്ങൾ ഇന്ന് പകൽക്കാലം ഹാവ് എ സിംഗിളായി ഒറ്റ കാഴ്ചപ്പാടിൽ വരുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. വർഷത്തിൻ്റെ അന്തിമ ദിവസങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഗ്രേറ്റ് ജൂബിലി നാം വിശ്വസിച്ചു, ഏറ്റെടുത്തു. അടുത്ത 2-3 വർഷങ്ങൾ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണമാണ് ഇതിനു വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആവശ്യമുള്ള കറക്ഷനുകൾ ഇന്ന് പകൽ വരുത്തുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. വർഷം തീരുവാൻ 2-3 ദിവസങ്ങൾ, 1-2 ദിവസങ്ങൾ ബാക്കി കാണും. ഈ 2 ദിവസങ്ങൾ കൊണ്ട് ദൈവമേ എൻ്റെ ജീവിതം കറക്റ്റ് ചെയ്യുവാൻ, ഇന്ന് പകൽ ചിലതും കൂടെ എഴുതി വെക്കുവാൻ, ഡിസംബർ 31 വരെ കാത്തിരിക്കണ്ട. ഡിസംബർ 30-നകം നാളെ കൊണ്ടത് എഴുതി വെച്ച ശേഷം 30-ാം തീയതി 31-ാം തീയതി രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വെച്ച്, കർത്താവേ എൻ്റെ ബൈബിളിൽ ഞാൻ ഇതാ വെക്കുന്നു, ഇതിൻ്റെ മുമ്പിൽ എന്നെ പ്രതിഷ്ഠിക്കുന്നു, എൻ്റെ ജീവിതം ഇതുപോലെയാകുമെന്ന് പറയുവാൻ ജീവിതത്തെ ഒന്ന് സ്വയശോധന ചെയ്യാം. Thy vision be single, thine eye be single. ഞാൻ ആ ദൈവിക കാഴ്ചപ്പാടിൽ പോകുകയാണ്. അതിനെനിക്കൊരു തകരാറ് വരത്തില്ല. ഞാൻ ആ ദർശനങ്ങളെക്കുറിച്ച് വേറൊരാശയം കൂടെ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നു. പഴയ നിയമത്തിലെ ബുക്ക് ഓഫ് നമ്പേഴ്സ്, നമ്മൾ സംഖ്യാപുസ്തകം നോക്കുമ്പോൾ ഇസ്രയേലിൽ നിന്ന് ഒരു 12 പ്രഭുക്കന്മാരെ കനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി മോശെ അയക്കുന്ന ഒരു രംഗമുണ്ട്. മോശെ ഒരു 12 പേരെ തിരഞ്ഞെടുത്തേച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ദേശം ഒന്ന് ഒറ്റുനോക്കണം. നമ്മൾ പോകാനുള്ള ദേശം, ദൈവം വാക്ക് പറഞ്ഞ ദേശം, ദൈവിക വാഗ്ദത്തം എൻ്റെ കണ്ണിലിൻ്റെ മുമ്പിലിരിക്കുന്നു, നിങ്ങൾ പോയി അതൊന്ന് കണ്ടേച്ചു വരണം. അവർ പോയി ആ ദേശം കണ്ടു. 12 പേരും പോയി 40 ദിവസം അവർ ശത്രുവിൻ്റെ രാജ്യം, അന്ന് ശത്രുക്കളാണോ താമസിക്കുന്നത്, നടന്നു നോക്കി. പിടികിട്ടിയാൽ കഷണം കഷണമായി മുറിച്ചു കളയുന്ന ശത്രുവാണ്. പിടികിട്ടിയാൽ ജീവൻ ബാക്കി കാണത്തില്ല. എന്നാൽ ഒരു സൈഡെങ്ങാനും പോയി നോക്കിയേച്ച് ഇനി പോരാമെന്ന് വിചാരിക്കാതെ ശത്രുവിൻ്റെ പാളയത്തിനകത്ത് മുഴുവനും നടന്നു നോക്കി. കഴിഞ്ഞ ആഴ്ച വരെ 2-3 ആഴ്ചകളായി ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരുന്നു, അസ്ഥിയുടെ താഴ്വര മുഴുവനും നടന്ന് കാണിച്ചു, അതിനകത്തൂടെ മുഴുവനും കൊണ്ടുപോയി. ഇവിടെ അസ്ഥിത്താഴ്വരയൊന്നുമല്ല, ഫലപുഷ്ടമായ ഭൂമിയാണ്. അത് നോക്കുവാൻ ദൈവം അയച്ചാൽ അത് മുഴുവനും നടന്നു നോക്കി. നമ്മുടെ കാഴ്ചപ്പാടുകൾ കേവലം ഭാഗികമാകരുത്, നമ്മുടെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായിരിക്കണം. അവരെ ദേശം മുഴുവനും നടന്നു നോക്കി, ദേശം മുഴുവനും നടന്ന് കണ്ടു. ദേശം മുഴുവനും നടന്ന് കണ്ടവർ റിസ്ക് എടുത്ത്, ജീവിതം തന്നെ ഭയത്തിലാക്കി റിസ്ക് എടുത്ത് നടന്നു കണ്ടു, കഠിനാധ്വാനം ചെയ്തു. തിരിച്ച് ഇസ്രയേലിലേക്ക് വന്ന്, അല്ലെങ്കിൽ പ്രവാസികളുടെ അടുക്കലേക്ക് വന്ന് അവർക്കൊരു റിപ്പോർട്ട് കൊടുത്തു. അവർ കൊടുത്ത റിപ്പോർട്ട് 100% കറക്റ്റ്, അക്യുറേറ്റ്. ഞങ്ങൾ ദേശം കണ്ടു, പട്ടണങ്ങൾ മതിലുള്ളതാണ്, ആളുകൾക്ക് ബലവാന്മാരാണ്, ഭയങ്കര ഫലപുഷ്ടമാണ്, പിടിച്ചെടുത്താൽ നല്ലത് തന്നെ, ദൈവം പറഞ്ഞതുപോലെ തന്നെ പാലും തേനും ഒഴുകുന്ന ദേശമാണ്. പക്ഷേ ഇതോടുകൂടെ ഞങ്ങളുടെ ഇൻഡിവിജ്വൽ റെക്കമെൻഡേഷനും കൂടെ ചേർത്തേക്കാം, ഞങ്ങളുടെ കമൻറ്റ് ചേർത്തേക്കാം, നമ്മളെ കൊണ്ട് ഇത് പിടിക്കാൻ ഒക്കുകയില്ല. അവർ ഭയങ്കര ശക്തന്മാരായ ആളുകളാണ്. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളി പോലെ ഞങ്ങൾക്ക് തോന്നി. ദേശക്കാർക്ക് ഞങ്ങളെ അങ്ങനെ തന്നെ തോന്നി. അവർ ഞങ്ങളെ ഗവനിച്ചില്ല. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയെ പറഞ്ഞാൽ, ഒരു കാലിൽ കടിക്കുന്ന ഉറുമ്പിനെ മറ്റേ കാല് കൊണ്ട് ചവിട്ടി തൂക്കുന്നത് പോലെ നമ്മളെ ആ നാട്ടുകാർ ചവിട്ടി തൂത്ത് കളയും. അങ്ങോട്ടെങ്ങും പോകാനൊക്കത്തില്ല. ഞാൻ ആ റിപ്പോർട്ടിൻ്റെ പ്രത്യേകത ഒന്നുകൂടെ പറയാം. 1, വില മുടക്കി ദേശം കണ്ട ശേഷം. 2, ഒരു കംപ്ലീറ്റ് കാഴ്ചപ്പാട് അവർക്കുള്ള ശേഷം. 3, ആവശ്യത്തിന് റിസ്ക് എടുത്ത ശേഷം. 4, 40 രാപകലുകൾ കഠിനാധ്വാനം ചെയ്ത ശേഷം. 5, അവരുടെ റെക്കമെൻഡേഷനോടെ ചേർത്ത് അവതരിപ്പിച്ചതായ സത്യമായ ദൂത്, ജനത്തെ മുഴുവനും തെറ്റിച്ചു കളഞ്ഞ ദൂത്.
ഇത് മുഴുവനും കേട്ടതോടെ ജനത്തിൻ്റെ സമനില തെറ്റി. അവരെല്ലാം പറഞ്ഞ് നമുക്ക് ആ നാട് പിടിക്കാനൊക്കത്തില്ല. എന്തുകൊണ്ട് ദൈവം ഇവിടം വരെ കൊണ്ടുവന്നു? വിശ്വാസം തകർത്ത ദൂത്. ഒരുപാട് ദൂതുകൾ ഈ ടൈപ്പ് ഇന്നുണ്ട്. വിശ്വാസം തകർക്കുന്ന ദൂത്. ഇന്ന് പകൽ വിശ്വാസം തകർക്കുവാനല്ല, വിശ്വാസം പണിയുവാൻ നമ്മുടെ ദർശനങ്ങൾ നേരെയാകണം. പക്ഷെ 10 പേർ ഇങ്ങനെ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ, റിപ്പോർട്ട് നെഗറ്റീവല്ല, റിപ്പോർട്ട് ട്രൂ റിപ്പോർട്ടാണ്. പോസിറ്റീവ് എന്ന് ഞാൻ പറയത്തില്ല, ഇറ്റ്സ് എ ട്രൂ റിപ്പോർട്ട്. അവരത് കൊണ്ടുവരുമ്പോൾ ഒരു 2 പേര്, യോശുവയും കാലേബും, ജനത്തെ അമർത്തിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങളതിനകത്തൊരു വ്യത്യാസം കൂടെ വരുത്താം. അവരുടെ ശരണം അവർക്ക് പോയി. ഞങ്ങൾ കയറി ഇറങ്ങി നടന്നതോടെ, ഞങ്ങൾ ആ ദേശത്തൊരു പ്രയർ വോക്ക് നടത്തിയതോടെ, ഇന്നത്തെ ലാംഗ്വേജിൽ ഞങ്ങൾ ആ ദേശത്തൂടെ നെടുകയും കുറുകയും നടന്നതോടെ അവരാശ്രയിച്ചിരുന്ന അവരുടെ ശരണം പോയി. ദൈവമായ യഹോവ നമ്മോടുകൂടെ ഉള്ളതിനാൽ നമ്മളത് പിടിച്ചെടുക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം, നല്ല ഒരു അന്തരീക്ഷത്തിൽ വെളുത്ത നിറമുള്ള പവറുള്ള ഒരു കണ്ണാടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ പ്രായത്തിന്. ഒരു പക്ഷേ ഈ കണ്ണാടി കറുത്ത നിറമുള്ളതാണെന്നിരിക്കട്ടെ, കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്നത് പോലെ ഞാൻ കാണുന്നതെല്ലാം ഏറെക്കുറെ ഇരുണ്ട നിറത്തിൽ കാണും. ഞാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ചുമന്ന നിറമുള്ളതാണെങ്കിൽ പിള്ളേർ കളിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ ഞാൻ നോക്കുന്നതൊക്കെ ചുമന്ന നിറത്തിൽ കാണും. സാധാരണ മഞ്ഞപ്പിത്തക്കാരോട് പറയാറുണ്ട്, മഞ്ഞ നിറമുള്ള കണ്ണാടിയിലൂടെയാണ് നോക്കുന്നതെങ്കിൽ എല്ലാം മഞ്ഞിച്ചിരിക്കും. ഇവർ കൊടുത്ത റിപ്പോർട്ട് ഇറ്റ് വാസ് എ ട്രൂ റിപ്പോർട്ട്. പക്ഷെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലായിരുന്നു, ലോകത്തിൻ്റെ കണ്ണാടിയിലൂടെയായിരുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവിക ദർശനത്തിനൊത്തവണ്ണമാകേണ്ടതിന് ദൈവിക കണ്ണാടിയിലൂടെ, വിശ്വാസത്തിലൂടെ കണ്ട് റിപ്പോർട്ട് പറയുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കപ്പെടാം. അവിശ്വാസത്തിൻ്റെ കണ്ണാടിയിലൂടെ ഞാൻ പലപ്പോഴും അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയം എടുക്കുമ്പോൾ പറയാറുണ്ട്, ശാപങ്ങൾ പൊട്ടി വിടുതലായവരുടെ എക്സാമ്പിൾ ഞാൻ ഒരുപാട് നിരത്താറുണ്ട്. ഞാൻ പറയാം, എന്തിനാണ് ഞാനിത് ചെയ്യുന്നതെന്നറിയാമോ? നിങ്ങളുടെ വിശ്വാസം പണിയാൻ. അനുഗ്രഹം പ്രാപിച്ചവരുടെ, വിടുതൽ അനുഭവിച്ചവരുടെ, ദൈവകൃപ ഏറ്റെടുത്തവരുടെ, ഉയർന്നവരുടെ, വളർന്നവരുടെ അനേക റിപ്പോർട്ടുകൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ വിശ്വാസം തകർക്കാനല്ല, നിങ്ങളുടെ വിശ്വാസം വളർത്താനാ. എന്നാൽ എനിക്ക് വേറെ ചിലതിനെ അറിയാം. തകർന്നവരുടെ ചരിത്രം, വീണവരുടെ ചരിത്രം, പരാജയങ്ങളുടെ ചരിത്രം മാത്രം എടുത്തുകൊണ്ട് വരുന്നത് വിശ്വാസം പൊളിക്കാൻ വേണ്ടിയാ. ഇന്ന് പകൽക്കാലം നമ്മുടെ വാക്കുകൾ ഏത് തരത്തിലായിരിക്കും, ഏത് കണ്ണാടിയിലൂടെ നാം കാണും. അത് സിംഗിൾ ആകണമെന്നുണ്ടെങ്കിൽ കൃപയിലൂടെ കാര്യങ്ങൾ കാണുവാൻ ഇന്ന് പകൽ കർത്താവ് നമ്മെ സഹായിക്കണം. എ പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ത്രൂ ദ ഐസ് ഓഫ് ദ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ കണ്ണിലൂടെ, വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിലൂടെ സ്ഥിരമായി വളർന്നു വരുന്ന ഒരു കാഴ്ച കാണുവാൻ ഇന്ന് കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ വളരുന്നതായ ദർശനം. ഞാൻ അടുത്ത ഒരു ഭാഗത്തേക്കൊന്ന് പോകാൻ ആഗ്രഹിക്കുക. യാക്കോബ് തൻ്റെ ജീവിതത്തിലൊരു ദർശനം കണ്ടു. എൻ്റെ അതിപ്രധാനമായ ചിന്ത പ്രോഗ്രസ് ചെയ്യുന്നതായ, വളർന്നു വരുന്നതായ, പ്രയോജനപ്പെടുന്നതായ ദർശനങ്ങൾ. യാക്കോബ് ഒരിക്കലൊരു ദർശനം കണ്ടു. യാക്കോബ് തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പദ്മനാരാമിലേക്ക് ഓടിപ്പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തെത്തി. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഒരു കല്ലെടുത്ത് തലവണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. കർത്താവ് പറഞ്ഞു, ഇതിനപ്പുറത്തോട്ട് ഇവൻ പോകുമ്പോൾ ഒരു വെളിപ്പാടില്ലാതെ പോയാൽ ശരിയാകത്തില്ല. നമ്മിൽ പലരും ജീവിതത്തിൽ ഒരു സാഹചര്യം വരെ ഓടി. ആ സാഹചര്യത്തിലാണ് ഒരു ശരി വെളിപ്പാട് കണ്ടത്. എൻ്റെ 11ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടണമെന്ന്, സ്നാനപ്പെടണമെന്ന്, ദൈവത്തെ അനുസരിച്ച് പോകണമെന്ന് ഒരു ദർശനം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചതിനായി സ്തോത്രം. എൻ്റെ സ്വന്തം പിതാവ്, എൻ്റെ അപ്പച്ചൻ 92ാം വയസ്സിലാണ് ആ വെളിപ്പാട് കണ്ടത്. എൻ്റെ പിതാവ് സ്നാനപ്പെടുന്ന 92ാമത്തെ വയസ്സിലാണ്. എൻ്റെ 11ാമത്തെ വയസ്സിൽ എനിക്ക് ദൈവം തന്ന കൃപ. സ്നാനപ്പെടണം ഒരു കാഴ്ച കണ്ടത് എൻ്റെ അപ്പച്ചൻ കണ്ടത് 92ാമത്തെ വയസ്സിലാണ്. 60ാം വയസ്സിൽ കണ്ടവരുണ്ട്, 50ൽ കണ്ടവരുണ്ട്, 30ൽ കണ്ടവരുണ്ട്, 12ൽ കണ്ടവരുണ്ട്. എന്നേക്കാൾ നേരത്തെ സ്നാനപ്പെട്ടവരുണ്ട്, 10 വയസ്സിൽ കണ്ടവരുണ്ട്.
4-5 വയസ്സാകുന്നത് മുതൽ കുഞ്ഞുങ്ങൾ സ്നാനപ്പെടണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മുന്നമേ ദൈവിക ദർശനം ലഭിക്കുന്നവർക്കായി സ്തോത്രം. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ അവിടെ കൊണ്ട് നിൽക്കരുത്, മുന്നോട്ട് പോകണം. കർത്താവ് പറഞ്ഞു, യാക്കോബിൻ്റെ ചരിത്രത്തിൽ ഇവിടെ വെച്ചൊരു ദർശനം ഏൽപ്പിക്കുന്നില്ലെങ്കിൽ അവൻ വഷളായി പോകും. അതുകൊണ്ട് ഒരു ദർശനം തന്നെ ഏൽപ്പിച്ചു. ഇത് ആകാശം വരെ എത്തുന്ന ഒരു കോവേണി, അതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ദൈവം അവിടെ വെച്ച് യാക്കോബിനോട് ചില പ്രോമിസുകൾ കൊടുത്തു. ബഥേലിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം അത് പറഞ്ഞതായതുകൊണ്ട് ഇന്നിനും വിശദീകരിക്കുന്നില്ല. ആ കോവേണിയുടെ ഏറ്റവും മുകളിലത്തെ തലയ്ക്കൽ യഹോവയായ ദൈവം നിന്നോണ്ട് പറഞ്ഞു, യാക്കോബേ, നീ കിടക്കുന്ന ഭൂമി നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ അവകാശമായി തരും. നീ പോ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്നെ വലിയ ജാതിയാക്കാം, നിന്റെ മക്കളെ എണ്ണത്തിൽ പെരുകുമാറാക്കാം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽ പോലെ എന്ന് നിന്റെ വല്യപ്പനോട് വാക്ക് പറഞ്ഞത് നിന്നിലൂടെ ഞാൻ നിവർത്തിക്കും. യു ആർ എ ചെയിൻ, നിങ്ങൾ ചേർന്നൊരു ചെയിനാണ്, അതിനകത്തെ ഒരു ലിങ്കാണ് നീ. ദൈവം അത് വാക്ക് പറഞ്ഞു. ഒന്നുകൂടെ തൊടട്ടെ. ഒരു കോവേണി അദ്ദേഹം കണ്ടു. കോവേണിയുടെ മുകളിലത്തെ തലയ്ക്കൽ നിന്ന് യഹോവയായ ദൈവം ഈ വാഗ്ദത്തങ്ങൾ യാക്കോബിന് കൊടുത്തു. താഴത്തെ അറ്റത്ത് നിന്ന് മുകളിലേക്ക് നോക്കി യാക്കോബ് ഒരു തീരുമാനം പറയുകയാണ്, കർത്താവേ, അങ്ങനെ മടക്കി കൊണ്ടുവരുമെങ്കിൽ ഞാൻ ഈ തലവണയായി വെച്ചിരുന്ന ഈ കല്ലുണ്ടല്ലോ, ഇത് യഹോവയ്ക്കൊരാലയമായിരിക്കും. ഞാൻ അങ്ങേ ആരാധിക്കും, ആരാധനയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും, എനിക്ക് ലഭിക്കുന്ന സകലതിലും ഞാൻ അങ്ങേക്ക് ദശാംശം തരും. നമ്മൾ ഒരു ബന്ധമുണ്ട്, ആ ബന്ധം മാറുകയില്ല. ഒരു നീണ്ട ചെയിന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി, മുകളിൽ നിന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം, താഴെ നിന്ന് അദ്ദേഹത്തിന്റെ പ്രമാണം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നു. യാക്കോബ് യാത്ര തുടർന്നു. എത്തേണ്ട വീട്ടിലെത്തി, ചെയ്യേണ്ട ജോലി ചെയ്തു. യാക്കോബിന്റെ പെശകുകൾ പലതുണ്ടായിരുന്നു, മിസ്റ്റേക്കുകൾ പലതുണ്ടായിരുന്നു. താൽക്കാലിക ശിക്ഷ കൊടുത്ത് ദൈവം അദ്ദേഹത്തെ ക്രമീകരിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദർശനം കണ്ട ശേഷം, ദൈവത്തോട് തീരുമാനമെടുത്ത ശേഷം താൽക്കാലിക ബലഹീനതകൾ വന്നേക്കാം. ശിക്ഷിച്ചും കറക്റ്റ് ചെയ്തും കൊണ്ടു നടക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. യാക്കോബ് പോയി ചെല്ലേണ്ടടുത്ത് ചെന്നു, ചേരേണ്ടടുത്ത് ചേർന്നു, ചെയ്യേണ്ട ജോലി ചെയ്തു. ഒരു ദിവസം സാഹചര്യങ്ങൾ ഒരുക്കി ആട്ടിൻകൂട്ടത്തിൻ്റെ ഒരു ഭാഗത്തെ തനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രസ്താവനയിലെത്തി. യഹോവ ഒന്നുകൂടെ വെളിപ്പെട്ടേച്ചു പറഞ്ഞു, യാക്കോബേ, ആടുകൾ പുള്ളിയും മറുകമുള്ളതായി മാറേണ്ടതിന് നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ നിനക്കൊരു ദർശനം തരാം. ഞാനിപ്പോൾ അത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 30 മുതലുള്ള അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം, ഞാൻ നിനക്ക് ചില മാർഗങ്ങൾ പറഞ്ഞു തരാം. ഞാനൊരു പ്രവചന ക്രിയയിലേക്ക് തന്നെ നടത്തി. ഞാനതിൻ്റെ ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല. 30-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ എളുപ്പം നിർത്തേണ്ടതുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. ഒരു പ്രവചന ക്രിയയിലൂടെ നീ പോകണം. ഞാൻ നിന്നെ ചേട്ടൻ കാര്യങ്ങൾ കാണിച്ചു. ദൈവവും യാക്കോബും തങ്ങളുകൊണ്ട് ബന്ധപ്പെടാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചത് ഇതിനകത്തിരിക്കുന്ന ആത്മാക്കളെയാ. എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന കുറേ ആത്മീയരെയാണ്. യാക്കോബിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചത് കുറെ ആടുകളെയാ. പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറെ ആടുകൾ. പക്ഷെ അതിൻ്റെ സൈക്കോളജിയും കൂടെ ദൈവം പറഞ്ഞു കൊടുത്തു. ഈ ആടുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെങ്കിലും അതിന് കണ്ടാൽ മനസ്സിലാകും. കാണേണ്ട സമയത്ത് നീ അതിനെ ചിലത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ പ്രോഫറ്റിക്കൽ ആക്റ്റിലേക്ക് ദൈവം യാക്കോബിനെ തള്ളിയിട്ടു. ഇന്ന് പകൽ പ്രോഫറ്റിക്കൽ ആക്റ്റിലൂടെ ദൈവം നടത്തിയ യാക്കോബിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ദൈവം കാണിച്ച കാഴ്ചപ്പാടുകൾ തൻ്റെ മരത്തിൻ്റെ കമ്പുകളിൽ വരച്ചിൽ വരഞ്ഞുകൊണ്ട് അതിൻ്റെ തൊലിയിരിച്ചു മാറ്റി പുള്ളിയും മറുകും ഉണ്ടാക്കി ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തിയിൽ വെച്ചു കൊടുത്ത് ആ ദർശനം യാക്കോബ് ആടുകളിലേക്ക് കൈമാറി. പിറന്നു വീണ ആടുകളൊക്കെ പുള്ളിയും മറുകുമുള്ള ആടുകൾ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, പോയിരിക്കുന്ന ഇടത്ത് ദൈവഹിതത്താൽ നടത്തപ്പെട്ടുവെങ്കിൽ മടങ്ങി വരുമ്പോൾ വെറും കൈയായി വരാതെ ദൈവത്തിന് ചിലത് ചെയ്യേണ്ടതിന് നിങ്ങളെ വർദ്ധിപ്പിക്കുന്ന ദൈവം, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. സഭയുടെ വളർച്ചയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ആളുകൾ കൂട്ടമായി അകത്തു കയറുന്ന കാഴ്ച എൻ്റെ ഹൃദയ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിരുന്നു. മൾട്ടി കളറിലുള്ള വസ്ത്രം ധരിച്ച്, ഞാനത് എടുത്തു പറയാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഞാൻ പെന്തിക്കോസ് വരുമ്പോൾ വെള്ളവസ്ത്രമായിരിക്കും നല്ലതെന്നൊരു ചിന്തയുണ്ട്. ഇന്നും ഇറ്റ് ഈസ് സ്ട്രോങ്. ആ ചിന്ത എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇറ്റ്സ് വെരി സ്ട്രോങ്.
ഞാനൊരു നിക്കറും ഇട്ടുകൊണ്ട് ഇവിടെ ഒന്ന് പ്രസംഗിച്ചാലും പ്രസംഗം മുഴുവൻ നടക്കുമെങ്കിലും ഐ സ്ട്രോങ്ലി ഫീൽ പാൻ്റാണ് എനിക്ക് നല്ലതെന്ന്. ഞാനൊരു ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇവിടെ ഒന്ന് പ്രസംഗിച്ചാലും ആളുകൾ കേൾക്കുമെങ്കിലും ഐ ഹാവ് എ സ്ട്രോങ് ഫീലിംഗ് അതിനേക്കാൾ ഭേദം ഇതായിരിക്കുമെന്ന്. ഒരു കൈ നീട്ടിയിട്ടുകൊണ്ട് നിൽക്കുക നല്ലതെന്ന് തോന്നുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും എന്നെ വല്ലാതെ വേർക്കുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഐ നോ ദിസ് ഈസ് ബെറ്റർ ഫോർ മീ. ഞാൻ വേറൊരാളുടെ ചരിത്രം അല്ല പറഞ്ഞത്, അത് സഹിക്കാവുന്നവർക്കായി സ്തോത്രം. എൻ്റെ ചെറുപ്പം മുതൽ ജോലി ചെയ്ത് വളർന്നു വന്ന ആ ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ട്, ശരീരം വേർക്കുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഇന്ന് അവിടെ നിന്നൊക്കെ മാറി. പക്ഷേ ഒരു 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 കൾച്ചർ ഞാൻ ഇൻകൾക്കിക്കേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഈ ഡ്രസ്സ് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു. ദാറ്റ്സ് എ സ്ട്രോങ് ഫീലിംഗ്. അങ്ങനെ മുന്നോട്ട് പോകുക. നല്ലതെന്ന് ദൈവം മനസ്സിലാക്കി തരുന്ന ചിലത്, യോഗ്യമെന്ന് ദൈവം മനസ്സിലാക്കി തരുന്ന ചിലത് ദർശനങ്ങളിലൂടെ കൈമാറുവാൻ യാക്കോബിന് കഴിഞ്ഞു. യാക്കോബേ പോ, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. നമ്മൾ തമ്മിലൊരു വ്യവസ്ഥയുള്ളത് മറക്കരുത്. യാക്കോബ് പ്രോഫറ്റിക്കൽ ആക്ഷനിലൂടെ തൻ്റെ ഫ്ലോക്കിനെ തൻ്റെ ദർശനം കൈമാറി. ആ ദർശനപ്രകാരം ദൈവം തൻ്റെ ഫ്ലോക്കിനെ വളർത്തി. ഒരു ദിവസം കർത്താവ് ഒന്നിച്ച് പറഞ്ഞു, യാക്കോബേ ദർശനങ്ങൾ പ്രോഗ്രസീവാ, തീർന്നു പോകുന്നതല്ല. ഞാൻ ബേഥേലിൽ വെളിപ്പെട്ട ശേഷം ഉറങ്ങിപ്പോയില്ല. നിൻ്റെ ആടുകളെ വളർത്തുവാൻ, കാവൽ നിൽക്കുവാൻ ഞാൻ ഉണ്ടായിരുന്നു. കരടി പിടിച്ചോണ്ട് പോയതുണ്ട്, പുലി പിടിച്ചോണ്ട് പോയതുണ്ട്, ദുഷ്ടജന്തുക്കൾ കൊണ്ടുപോയതുണ്ട്. പക്ഷേ അതിലൊക്കെ വലിയ വളർച്ച ഞാൻ തന്നു. അതും ദൈവം ആരണ്ടോട് ഇടപെടുകയാ. നഷ്ടങ്ങൾ ചിലത് സംഭവിച്ചു, ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതിനേക്കാൾ വലിയ വളർച്ച ഞാൻ തന്നുകൊണ്ടിരിക്കുക. ഇന്ന് നിൻ്റെ ആടുകളെ ഒന്ന് എണ്ണി നോക്ക്. നീ ചിന്തിച്ചതുപോലെ ഒന്നുമല്ല. ഒരു ദിവസം യഹോവയായ ദൈവം അടുത്ത ലെവലിലേക്ക് വന്നേച്ചു പറഞ്ഞു, യാക്കോബേ ഞാൻ ബേഥേലിൻ്റെ ദൈവമാ, നീ തിരിച്ചു വാ. ഞാൻ ബേഥേലിൻ്റെ ദൈവമാ, നീ തിരിച്ചു വാ. ആ കോവേണി കണ്ട ഇടത്തേക്ക് മടങ്ങി വാ. ദർശനങ്ങളിലേക്കൊരു റിസ്റ്റോറേഷൻ. ഒരു വശത്ത് പ്രോഗ്രസീവാണ് ദർശനം, മറുവശത്ത് ദർ ഈസ് എ റിസ്റ്റോറേഷൻ. ഇന്ന് പകൽക്കാലം ദർശനത്തിൻ്റെ പർപ്പസിൽ നിന്ന് അകന്നു മാറിയവരുണ്ടെങ്കിൽ, നിങ്ങൾ മനഃപൂർവ്വം പോയെന്നല്ല പറഞ്ഞത്, നഷ്ടപ്പെട്ടെന്നല്ല പറഞ്ഞത്, പോകേണ്ട വഴിയിലല്ല, സബ്വേ അങ്ങോട്ട് കയറി ഇടയ്ക്ക് ഇങ്ങോട്ട് കയറി പലതും ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ പീരീഡ് കഴിയുമ്പോൾ, ഓ ഗോഡ്, ദൈവത്തെ സേവിപ്പാൻ വിളിയുണ്ടായി. 5 വർഷം പഠിക്കാൻ പോയി, പഠിച്ചത് തെറ്റല്ല. ആ 5 വർഷം കഴിയുമ്പോൾ, 5 വർഷം ബിസിനസ് ചെയ്യാൻ പോയി, ചെയ്തത് തെറ്റല്ല. അത് കഴിയുമ്പോൾ ഗെറ്റ് ബാക്ക്, ട്രാക്കിലേക്ക് മടങ്ങി വരിക. ഞാൻ ബേഥേലിന്റെ ദൈവമാ. നിന്റെ വിളി ആട് വളർത്താൻ തന്നെയല്ല, നിന്റെ വിളി എന്നെ ആരാധിപ്പാനാ. മടങ്ങി വാ. യാക്കോബ് തന്റെ ഭാര്യമാരെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാ. എളുപ്പം പൊയ്ക്കോട്ടെ, ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് യാബോക്ക് കടവിൻ്റെ തീരത്തടുക്കുന്നത്. ഒരു വർത്തമാനം തനിക്കുണ്ടായി, തൻ്റെ സഹോദരൻ വരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഭയപ്പെടുത്തുന്ന വർത്തമാനം ഒരിടത്തൂടെ വരുമ്പോൾ, മറുവശത്ത് തൻ്റെ ദൈവത്തിൻ്റെ സൈന്യം ഒരു സേനയായി തൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാ. വാക്ക് പറഞ്ഞ യാക്കോബേ, നിന്റെ സഹോദരനെ നേരിടുമ്പോൾ ഞാൻ നിന്റെ അനുകൂലിയാ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇതൊന്ന് ഏറ്റെടുത്തോ ദൈവമേ. യാക്കോബ് ഇങ്ങോട്ട് വരികയാ. യാബോക്ക് കടവിന്റെ തീരത്തോട്ടടുത്തു. അപ്പോഴാണ് ഒരു വർത്തമാനം കേട്ടത്. എതിരെ വരുന്ന ഏശാവ് കൊന്നുകളയാൻ സാധ്യതയുണ്ട്, ഗുണ്ടകളെ കൂട്ടിയാണ് വരുന്നത്, തട്ടിക്കളയാൻ സാധ്യതയുണ്ട്. താൻ നോക്കുമ്പോൾ മുകളിൽ ഒരു കൂട്ടം ദൂതന്മാർ. മഹനീം എന്ന സ്ഥലത്തിന് പേരിട്ടു ദൈവത്തിന്റെ സേന. അതാ പദം. കുറച്ച് ദൂതന്മാർ വന്നല്ല, കുറച്ച് കാവൽക്കാർ വന്നല്ല, ഒരു സൈന്യം തണ്ടിറങ്ങി നിൽക്കുക. ഒരു സൈന്യം. പേടിക്കണ്ട, ഒരു സൈന്യം കൂടെ ഉണ്ട്. ഇന്ന് പകൽ ഭയപ്പെടുന്ന ദൈവ പൈതലേ, ഒരു സൈന്യം കൂടെ ഉണ്ട്. പേടിക്കരുത്, ഒരു സൈന്യം കൂടെ ഉണ്ട്. ഐ റിപ്പീറ്റ്, ഒരു സൈന്യം കൂടെ ഉണ്ട്. ദാവീദ് ഒരിക്കൽ യുദ്ധത്തിന് പോകണമെന്ന് അറിയാൻ വയ്യ, ഇറങ്ങിത്തിരിക്കേണ്ട സമയം അറിയാൻ വയ്യ. ബുദ്ധിമുട്ടുമ്പോൾ കർത്താവ് പറഞ്ഞു, ദാവീദേ ടേക്ക് റെസ്റ്റ്, ടേക്ക് ഇറ്റ് ഈസി, ഒന്ന് ചുമ്മാ നില്ല്. അണ്ട മൽബറി തോട്ടത്തിലോട്ട് കയറി തണല് കൊണ്ട് അവിടെ നില്ല്. സമയമാകുമ്പോൾ ഞാൻ പറയാം, ഒരു ശകലം കഴിയുമ്പോൾ ഒരു ആർമി ഈ മൽബറി തോട്ടത്തിലൂടെ യാത്ര ചെയ്യുന്ന ശബ്ദം നീ കേൾക്കും. ഇതിന്റെ ഇലകളിലൂടെ ഒരു സൈന്യം യാത്ര ചെയ്യുന്ന ശബ്ദം നീ കേൾക്കും. അത് എന്റെ സൈന്യമോ.
ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, ഐ ഹിയർ ദ റിസലിംഗ് സൗണ്ട് ഓൺ ദ മൾബറി ട്രീ. ഇതിന്റെ മുകളിലൂടെ ആരോ നടക്കുന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. അത് ദൈവത്തിന്റെ സൈന്യമായി ഇറങ്ങിക്കോ. യാക്കോബ് പറഞ്ഞു, മോഹനീ, ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി, ഇനി ഒന്നും ചെയ്യാനില്ല, ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി. ഞാൻ എൻ്റെതായ ഒരു വ്യാഖ്യാനം പറഞ്ഞോട്ടെ, തെറ്റത്തില്ല. ആ ഇറങ്ങിയ സൈന്യത്തിൽ നിന്ന് പ്രമാണിയായ ഒരുത്തൻ അവിടെ നിന്നു, യാക്കോബുമായിട്ടൊന്ന് ഡീൽ ചെയ്യാൻ ഒരു ദൂതൻ അവിടെ നിന്നു. യാക്കോബ് അദ്ദേഹത്തിൻ്റെ മക്കളെ, ഭാര്യമാരെ, വെപ്പാട്ടികളെ എല്ലാത്തിനെയും അക്കരെ കടത്തേണ്ടതിനെയൊക്കെ വെവ്വേറെ ബാച്ച് തിരിച്ച് അക്കരെ കടത്തി. എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ദൂതൻ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. യാക്കോബ് അദ്ദേഹത്തോട് ചില പദങ്ങൾ പറയുന്നുണ്ട്, ഭയങ്കരമാണ്. യഹോവേ, ആ പദം ഇന്നെനിക്ക് എടുക്കാൻ ഒക്കത്തില്ല, എടുത്താൽ എനിക്ക് തീരെയില്ല. യഹോവേ, അടിയനോട് കാണിച്ച സകല വിശ്വസ്തതയ്ക്കും ഞാൻ ആപാത്രമാണ്. ഞാൻ ഈ യാബോക്ക് കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, അവിടുന്ന് ഇങ്ങോട്ടാണ് ഞാൻ നടന്നത്, ഇങ്ങോട്ട് വരുമ്പോൾ ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ഊന്നുവടിയാണ്. കുത്തി നടക്കാനുള്ളൊരു ഊന്നുവടി, വേറൊന്നും എനിക്കില്ലായിരുന്നു. ഇന്ന് ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ കൂട്ടം കൂട്ടമായി അങ്ങയുടെ വാഗ്ദത്തം എനിക്ക് ഓർമ്മയുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ, കടൽക്കരയിലെ മണൽ പോലെ നിൻ്റെ സന്തതിയാക്കാം. എനിക്ക് ആടുമാടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, ദാസീദാസന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. അങ്ങയുടെ വിശ്വസ്തത ഞാൻ ഇടയ്ക്കൊരല്പം അനാവശ്യമൊക്കെ കാണിച്ചു പോയി, അവിടെയും ഇവിടെയും തെറ്റിപ്പോയി. അങ്ങയുടെ വിശ്വസ്തത അവിടെ എന്നെ ശിക്ഷിച്ചുകൊണ്ട്, എനിക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ എൻ്റെ ആടിനെ 4 എണ്ണത്തെ കരടി പിടിക്കുന്നത് ഞാൻ കാണേണ്ടി വന്നു. അതിനൊക്കെ ഞാൻ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. അങ്ങും ഇഞ്ഞും എൻ്റെ ഹൃദയം പിഞ്ച് ചെയ്യപ്പെട്ടു. പക്ഷേ അങ്ങയുടെ വിശ്വസ്തത മാറിയില്ല. ഒരു വടിയോടുകൂടെ യോർദാൻ കടന്ന് ഇങ്ങോട്ട് വന്ന ഞാൻ തൻ്റെ കൂട്ടം കൂട്ടമായി അങ്ങോട്ട് പോകുകയാ. പക്ഷെ ഒരു കാര്യം എന്നെ അനുഗ്രഹിക്കാതിന് ഇവിടല്ലേ. ഞാൻ കൂട്ടത്തെ കണ്ടത് നല്ല കാര്യമാണ്. ആ കൂട്ടത്തിന്റെ അനുഗ്രഹം എൻ്റെ മേൽ വരണമെങ്കിൽ, അവരുടെ ഹെൽപ്പ് എനിക്ക് ലഭിക്കണമെങ്കിൽ എനിക്കൊരു അനുഗ്രഹം വേണം. ഈ പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരോട്, ഈ ടെന്റിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിന്റെ ദൂതന്മാർ വട്ടത്തിൽ കാവലുണ്ട്. പക്ഷേ അവരുടെ കാവലിന്റെ നന്മ അനുഭവിക്കണമെങ്കിൽ, ഓ ഹല്ലേലൂയ, അവരുടെ കാവലിന്റെ നന്മ അനുഭവിക്കണമെങ്കിൽ ചില ക്രമീകരണം വേണം. ആ ക്രമീകരണങ്ങളില്ലെങ്കിൽ ഈ നന്മ അനുഭവിക്കാൻ പറ്റത്തില്ല. ആ ക്രമീകരണങ്ങൾ എങ്ങനെ ലഭിക്കും? ദൈവദൂതനുമായി മല്ലി പിടിച്ചു, കരഞ്ഞ് അപേക്ഷിച്ചു. അവസാനം ദൈവദൂതനൊരു ചോദ്യം ചോദിച്ചു, പറമോനെ, നിൻ്റെ പേരെന്തുവാ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാ. ആ പേര് മാറ്റിയേ എനിക്ക് അനുഗ്രഹിക്കാൻ ഒക്കൂ. വെളിപ്പാടിൻ്റെ പ്രോഗ്രസീവ്നെസ്, വെളിപ്പാടിനകത്തെ കറക്ഷൻസ്, വെളിപ്പാടിനകത്തെ ട്രാക്ക് മാറ്റം, വെളിപ്പാടിനകത്തെ റിസ്റ്റോറേഷൻ. ഇന്ന് പകൽക്കാലം ഇതൊന്ന് കാണുവാൻ, ഒരു പ്രോഗ്രസീവ് വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരട്ടെ. ഞാൻ വേഗത്തിൽ സുവിശേഷത്തിലേക്ക് തിരിഞ്ഞ് നിർത്തുവാനായി താല്പര്യപ്പെടുകയാണ്. സുവിശേഷത്തിലേക്ക് ഞാൻ വേഗത്തിലൊന്ന് തിരിയട്ടെ. അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒന്നുകൂടെ ആഴത്തിലേക്ക് പോകണം, ക്രിസ്തു നിങ്ങളിൽ വസിക്കണം. ഒന്ന് ഉരുവായച്ച് കാണാതെ പോയെന്ന് പറയാനല്ല, കണ്ടിന്യൂസായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കണം. അടുത്ത പടിയിലേക്ക് കടന്നു, ക്രിസ്തു നിങ്ങളിൽ ബലപ്പെടണം. ഒടുവിലത്തെ പടിയിലേക്ക് വരുമ്പോൾ, ക്രിസ്തു എന്നിൽ വളർന്നതിനാൽ ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ജീവിതത്തിൽ പ്രോഗ്രസീവ്നെസ് പ്രാപിക്കുവാൻ, കൃപാവരങ്ങളിൽ പ്രോഗ്രസീവ്നെസ് പ്രാപിക്കുവാൻ, ശുശ്രൂഷയിൽ പ്രോഗ്രസ് ചെയ്യുവാൻ ഇന്ന് പകൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം. ചില മിനിറ്റുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കുക, ചില മിനിറ്റുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കുക. കർത്താവും ദൈവവുമേ, എന്ന് പകൽ അങ്ങയുടെ പാദത്തിൽ വന്ന് നിൽക്കുവാൻ അടിയങ്ങൾക്ക് അരുളി ചെയ്ത ദൈവകൃപയ്ക്കായി അടിയങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയുടെ പാദത്തിലിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വെളിപ്പാടുകൾക്കായി സ്തോത്രം, അടിയങ്ങൾക്ക് തന്ന ദർശനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് പകൽ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ മുന്നോട്ട് പോകുവാൻ, പ്രോഗ്രസ് ചെയ്യുവാൻ
ഞങ്ങളുടെ ജീവിതം സ്റ്റാഗ്നേറ്റ് ചെയ്തു പോകാതെ വളർത്തിയെടുക്കുവാൻ കൃപ തരണമേ. തുടർന്ന് ഇന്ന് രോഗികളോട് അങ്ങ് കനിവ് കാണിക്കണമേ. ഇന്ന് ചില രോഗശാന്തികൾ ഇതിനകത്ത് വ്യക്തമാകട്ടെ. കർത്താവിൻ്റെ വൻകൃപ ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. മഹത്വമുള്ള ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഇന്ന് പകൽ അടിയങ്ങളെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ചില വലിയത് ചെയ്യണേ. മഹത്വം മുഴുവൻ കർത്താവിനാകും. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.